എല്ലാവർക്കും കേൾക്കാമല്ലോ. യെസ്. ഇന്ന് നമുക്കറിയാം 460-ാമത്തെ ദിവസമാണ്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഇങ്ങനെ ദൈവം കൊണ്ടുപോകുന്നുണ്ടല്ലോ ഈ കാര്യങ്ങളൊക്കെ, എത്ര മനോഹരമായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമുക്ക് എത്തുന്നത് നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ കുര്യൻ കുരുള സാറാണ്. സാറിൻ്റെ അനുഭവങ്ങൾ, പ്രാക്ടീസിലുള്ള അനുഭവങ്ങൾ നമുക്ക് ഈ നിമിഷങ്ങളിൽ നമ്മളുമായിട്ട് ഷെയർ ചെയ്യാൻ പോവുകയാണ്. അതിനു മുമ്പായിട്ട് നമുക്കൊരു നിമിഷം സാറിന് വേണ്ടി പ്രാർത്ഥിക്കാം. സാറിൻ്റെ അനുഭവങ്ങൾ വ്യക്തമായ രീതിയിൽ എത്തുന്നതിന് വേണ്ടിയും സാറിൻ്റെ അനുഭവങ്ങൾ സാറിന് ഓർമ്മ വരാൻ വേണ്ടിയും ഈ നിമിഷങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും അതൊരു അനുഗ്രഹപ്രദമായിരിക്കുന്നതിന് വേണ്ടി ഒരു നിമിഷം നമുക്ക് സൈലൻ്റ് ആയിട്ട്. നന്ദി. ഈ സാധാരണ ഒരു ചൊല്ലുണ്ട്, ആ ഡോക്ടറെ കണ്ടപ്പോൾ എൻ്റെ പകുതി രോഗം തീർന്നു. അങ്ങനെ സാധാരണ പറയാറുണ്ട് ചില ഡോക്ടർമാരെ കുറിച്ച്. ഞാൻ പണ്ടേ ഡോക്ടറുടെ പേര് കേട്ടിട്ടുണ്ട്, വളരെ പണ്ടേ കേട്ടിട്ടുണ്ട് സാറിനെ കുറിച്ച്. പക്ഷെ കൂടുതലൊന്നും അറിയത്തില്ല. ഇങ്ങനെ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരു കുരുള സാറുണ്ട്, നല്ല ട്രീറ്റ്മെൻ്റ് ആണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സാറിൻ്റെ അനുഭവം കിട്ടുക എന്ന് പറഞ്ഞിരുന്നാൽ, നമ്മൾ നമ്മൾ ഈ ഫിലോസഫി ഒരു ഭാഗത്ത് നിൽപ്പുണ്ട്. നമ്മളിപ്പോൾ ഫിലോസഫി കേട്ട് ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം പ്രാക്ടിക്കൽ ഭാഗമാണ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഒരു വ്യക്തി പഠിച്ച കാര്യങ്ങൾ എവിടെ പ്രയോഗിക്കാൻ കഴിയുന്നു എന്നുള്ളത്, അത് വ്യക്തമായിട്ട് എത്ര ശതമാനം നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരാളുടെ എക്സ്പീരിയൻസിൽ കൂടെയാണ് നമുക്കറിയാൻ കഴിയുക. അപ്പോൾ സാറിനെ സംബന്ധിച്ചിടത്തോളം സാറൊരു വിദഗ്ധനായിട്ടുള്ള മെഡിക്കൽ ഓഫീസറായിരുന്നു. സാറിന് നിരവധി പേഷ്യൻസ് ഉണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ സാറിന് പ്രത്യേകം ഇൻസൈറ്റ് ഉള്ള ഒരു സാറാണ്. നമുക്ക് ഒരു പെർസെപ്ഷൻ ഒക്കെ ഉള്ള സാറാണ്. നമുക്ക് കഴിഞ്ഞ തവണ തന്നെ പല അനുഭവങ്ങളും നമ്മൾ കേൾക്കുകയുണ്ടായി. സാറ് നിശ്ചലമായിരുന്നു, അതും ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്. ചില സമയത്ത് മിണ്ടാതിരിക്കുന്നതും ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്. മരുന്ന് കൊടുക്കുന്നതും ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്, മരുന്ന് കൊടുക്കാതിരിക്കുന്നതും ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണെന്നുള്ള സാർ അന്ന് ചില എക്സ്പീരിയൻസ് ഒക്കെ നമ്മളുമായിട്ട് ഷെയർ ചെയ്തു. നിമിഷങ്ങളിൽ സാറിനെ ക്ഷണിക്കുകയാണ്, വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സാറ് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ സാറിൻ്റെ സമയമാണ്. സാർ സംസാരിച്ചോളൂ. കേൾക്കാൻ വയ്യ സാർ, അൺമ്യൂട്ട് ചെയ്യണം സാറേ. അൺമ്യൂട്ട് ചെയ്തു. താങ്ക് യു വെരി മച്ച് ഫോർ എവരിബഡി. ഇന്ന് ഒരു വലിയ ദിവസം, അതായത് നമ്മുടെ 460-ാമത്തെ ദിവസം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ നാവികസേനാ ദിനം. മറ്റൊന്ന്, ഇന്ത്യ പാകിസ്ഥാൻ മേൽ വിജയം വരിച്ചതിൻ്റെ 50-ാം വാർഷിക ദിനം. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കൊച്ചുമകൻ്റെ 3-ാം പിറന്നാൾ ദിനം. ഇനിയും ഒരു കാര്യം കൂടെ ഉള്ളത്, 1972 ഡിസംബർ 4-ാം തീയതിയാണ് ഞാൻ എൻ്റെ പ്രൈവറ്റ് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് എൻ്റെ 50-ാം വർഷത്തിലേക്ക് കയറുകയാണ് ഹോമിയോപ്പതി പ്രാക്ടീസിൻ്റെ. തിരിഞ്ഞു നോക്കുമ്പം ഒരുപാട് ദൈവകൃപകൾ കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിക്കാൻ ഇടയായി. ഇതൊന്നും എൻ്റെ കഴിവുകൊണ്ട് അല്ല എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ നടത്തിപ്പാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയും നാളും കണ്ടത്. തീർച്ചയായിട്ടും ആ ഒരു നന്ദി ഈ എൻ്റെ ജീവകാലം മുഴുവൻ ഉണ്ടായിരിക്കും. തുടർന്നുള്ള നടത്തിപ്പിലും അത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ആദ്യത്തെ കേസ് ഞാൻ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ് ആദ്യം ഞാൻ ചികിത്സിച്ചത് എൻ്റെ അമ്മയുടെ അമ്മയെ തന്നെയാണ്, വല്യമ്മച്ചി. അമ്മച്ചിക്ക് 4 മക്കളാണുള്ളത്, 2 ആണും 2 പെണ്ണും. അതിൽ 3-ാമത്തെ ആണ് എൻ്റെ അമ്മ. കൊച്ചുമക്കൾ 12 പേരുണ്ട്. ഈ 12ഉം ഈ മക്കൾ 4 പേരും അപ്പച്ചനും ഒരിക്കലും അമ്മച്ചിയെ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകാറില്ല. എവിടെ പോയാലും മറ്റുള്ളവരെല്ലാം പോവും, അമ്മച്ചിയെ കൂട്ടത്തിൽ കൊണ്ടുപോകത്തില്ല. അപ്പം അമ്മച്ചിയെ കൂട്ടത്തിൽ കൊണ്ടുപോകണമെങ്കിൽ അതിന് ഞാൻ തന്നെ എത്തണം. എൻ്റെ അവധിക്കാലം അങ്ങനെ വരാൻ വേണ്ടി പുള്ളിക്കാരത്തെ നോക്കിയിരിക്കും. ഇതിനൊരു ചെറിയ പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് മറ്റുള്ളവരാരും ഇതിന് വഴിപ്പെടാത്തത്. കാരണം അമ്മ വീട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു 2.5 കിലോമീറ്റർ ദൂരം നടന്നാലേ ബസ് റൂട്ടിൽ എത്തുകയുള്ളൂ. അന്നൊക്കെ കാറും ഈ ബസ്സൊക്കെ വളരെ കുറവാണല്ലോ. അതുകൊണ്ട് ഈ 2.5 കിലോമീറ്റർ നടക്കണം. അതിൽ 1 കിലോമീറ്റർ കഴിയുമ്പോൾ ഒരു കടത്തുണ്ട്. ആ കടത്തിന് അപ്പുറം കയറിയാലേ ചെറിയ കാറൊക്കെ കാണാനായിട്ടൊക്കെ ഉള്ളൂ. അതിനിപ്പുറം കാറൊന്നും വരികയില്ല. അപ്പൊ ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് ഈ 1 കിലോമീറ്റർ ദൂരം വളരെ സന്തോഷമായിട്ട് 2 പേരും പോകും. കടത്ത് കടന്ന് അപ്പുറം കഴിഞ്ഞപ്പോൾ അപ്പുറത്തെത്തുമ്പം എൻ്റെ ദുർഗതി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. കാരണം
ഏതാണ്ട് 1 കിലോമീറ്റർ ദൂരം ചിറയാണ്. അപ്പൊ അകലെ 1 കിലോമീറ്റർ അകലേന്ന് വരുന്ന വണ്ടി നമുക്ക് കാണാൻ പറ്റും സ്ട്രെയിറ്റ് ആയിട്ട്. ഈ 1 കിലോമീറ്റർ അകലേന്ന് വരുന്ന വണ്ടി ആദ്യം കാണുന്ന അമ്മച്ചിയായിരിക്കും, ഞാനായിരിക്കില്ല. അപ്പൊ എന്റെ കയ്യിലെ പിടുത്തത്തിന്റെ പല വൈബ്രേഷൻസ് എനിക്ക് അറിയാനൊക്കും. ചില സമയത്ത് വല്ലാതെ മുറുക്ക പിടിക്കും, ചില സമയം ശകലായും. അങ്ങനെ ആ വണ്ടി ഏതാണ്ട് ഒരു 500 വാര അകലെ വരുമ്പം അമ്മച്ചി എന്റെ കയ്യേന്ന് കൊടഞ്ഞ് എറിഞ്ഞിട്ട് പുള്ളിക്കാരത്തി അപ്പറേ സൈഡിലേക്ക് ഓടിപ്പോകും. അവിടെ ചെന്ന് വണ്ടി കുറച്ചുകൂടി ഇങ്ങോട്ട് വരുമ്പോൾ ഇപ്പറേ സൈഡിലേക്ക് ഓടി വരും. വീണ്ടും വണ്ടി കുറെ കൂടെ അടുത്ത് വരുമ്പോൾ അമ്മച്ചി വണ്ടിയുടെ മുമ്പിൽ തന്നെ ചെല്ലും. അപ്പോൾ വണ്ടിക്കാരൻ നിർത്തി സഭ്യമായ ഭാഷയിൽ ചില വാക്കുകളൊക്കെ പറയും. അമ്മച്ചി വലിയ സുന്ദരി ആയതുകൊണ്ട് അമ്മച്ചിയോടല്ല പറയുന്നത്, എന്നോടാ പറയുന്നത്. അപ്പൊ ഇത് കേട്ട് 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 പിന്നെ ഈ മെയിൻ റോഡിലോട്ട് അടുക്കുമ്പോൾ വാഹനങ്ങൾ കൂടുതലാകുമ്പോഴത്തേന് ഈ ഓട്ടം വളരെ കൂടുതലായിരിക്കും. അപ്പം ഒരുപാട് ഇങ്ങനെ പല വാക്കുകളും നമ്മൾ കേൾക്കേണ്ടിയും വരും. ഇതുകൊണ്ടാണ് മറ്റുള്ളവരാരും അമ്മച്ചിയെ കൂട്ടിക്കൊണ്ട് പോകാത്തത്. അത് കഴിഞ്ഞ് ഹോമിയോ കോളേജിൽ ചേർന്ന് ഫസ്റ്റ് ഇയർ ആയപ്പം അർജുനൻ സാറാണ് മെട്രിയാമണിക്ക പഠിപ്പിക്കുന്നത്. അക്വണൈറ്റിന്റെ മെന്റൽ സിംറ്റം പഠിപ്പിക്കുകയാണ്. പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പം ഗ്രേറ്റ് ഫിയർ, anxiety and worry, fears the future, fears the crowd, fears crossing the street. ഇങ്ങനെ ഇത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം ഞാൻ എൻ്റെ വല്യമ്മച്ചിയുടെ ഓട്ടമാണ് എൻ്റെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നത്. വെള്ളിയാഴ്ചയാണ് അർജുന സാറ് അക്വണൈറ്റിന്റെ മെന്റൽ സിംറ്റം എടുത്തത്. ശനിയാഴ്ച ക്ലാസ് ഇല്ല. ആ വെള്ളിയാഴ്ച വൈകിട്ട് തന്നെ ഞാൻ വണ്ടി കയറി കോട്ടയത്ത് ചെന്നിട്ട് 2 gram അക്വണൈറ്റ് 30 പിൽസ് മേടിച്ച് അമ്മ വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് വല്യമ്മച്ചോട് പറഞ്ഞു 3 ഗുളിക വീതം ഇത് തീരുന്നിടം വരെ കഴിച്ചോണം, എല്ലാ ദിവസവും കിടക്കാൻ നേരത്ത് കഴിച്ചിട്ട് കിടക്കാൻ. അപ്പൊ വല്യപ്പച്ചനെ ഞാൻ ഹോമിയോപ്പതി പഠിക്കാൻ എന്നെ വിട്ടതിന് തീരെ ഇഷ്ടമില്ലാതിരിക്കുക. അപ്പൊ എനിക്ക് ഉണ്ട് അപ്പച്ചനെ ഒന്ന് ഇത് പഠിപ്പിക്കണം, അങ്ങനെ ഒരു അവസരം കിട്ടട്ടെ എന്ന് വിചാരിച്ചു. അപ്പം വീട്ടുകാരെല്ലാം ചോദിച്ചു, ഇതെന്തിനാ നീ അമ്മച്ചിക്ക് ഒരു സുഖമില്ല, പിന്നെ തന്നെ ഇത് കൊടുക്കാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇനിയും എന്റെ കരിയർ തിരഞ്ഞെടുത്തു, എനിക്കിനി അമ്മച്ചയെ കൊണ്ട് ഒരിടത്തും പോകാൻ പറ്റുകയില്ല. അപ്പൊ അമ്മച്ചിയെ എല്ലാവർക്കും കൊണ്ടുപോകാത്ത തരത്തിലാക്കുക എന്നുള്ളതാണ് എൻ്റെ കടമ. ഈ ഗുളിക കഴിച്ച് തീർന്നു കഴിയുമ്പം നല്ല മെരുക്കമുള്ള അമ്മച്ചിയായിരിക്കും, ആർക്ക് വേണേലും എവിടെ വേണേലും കൊണ്ടുപോകാം. അപ്പൊ ഒരു കാര്യമുള്ളത്, അപ്പച്ചൻ കല്യാണം കഴിച്ചതിന് ശേഷം ഇങ്ങനെ കൊണ്ട് ഒരിടത്തും പോയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഒരു ബന്ധുക്ക വീട്ടിലും ഒരു ഫംഗ്ഷനും പോകുകയാണ്. കാരണം ഈ പേടി കാരണം. എന്തിനു പറയുന്നു, ആ പിൽസ് കഴിച്ച് തീർന്നപ്പം തുടങ്ങി അമ്മച്ചിയുടെ ഓട്ടം നിന്നു. പിന്നെ ആർക്ക് വേണേലും എവിടെ വേണേലും കൊണ്ടുപോകാം. പിന്നീട് ഒരു 20 വർഷത്തോളം പുള്ളിക്കാരത്തി ജീവിച്ചു. അവർ രണ്ടുപേരും കൂടിയാണ് ഏത് ഫംഗ്ഷന് പോയാലും പോകുന്നത്. അന്നേരം അപ്പച്ചൻ പറയും, ഇവിടെ കൊച്ചുമകൻ ഏതാണ്ട് ഒരു പണി ചെയ്തു, അതാണ് പുള്ളിക്കാരത്തി നമ്മുടെ അക്വണൈറ്റിന്റെ 30യുടെ ആക്ഷനാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇനിയും എന്റെ പ്രാക്ടീസ് തുടങ്ങിയപ്പം ആദ്യത്തെ, ഇത് ഫസ്റ്റ് ഇയറിലെ പരിപാടിയാണ്. പ്രാക്ടീസ് തുടങ്ങിയത് 72 ഡിസംബർ 4-ാം തീയതിയാണെന്ന് ഞാൻ പറഞ്ഞത്. അപ്പച്ചനാണ് ക്ലിനിക്കൊക്കെ ഉദ്ഘാടനം ചെയ്ത്. അദ്ദേഹം പോയതിന് പുറകെ അപ്പച്ചന്റെ ഒരു ഫ്രണ്ടാണ് ആദ്യത്തെ പേഷ്യന്റ് ആയിട്ട് വരുന്നത്. അപ്പോ അങ്ങേര് കയറി വന്നിട്ട് എന്നോട് ചോദിച്ചു, പ്രാക്ടീസ് ഒക്കെ തുടങ്ങിയല്ലേ? അപ്പൊ നിനക്ക് ഞാൻ ഒരു പരീക്ഷണം വെക്കുവാണ്. ഈ പരീക്ഷണത്തിൽ വിജയിക്കുവാണെങ്കിൽ നീ നല്ല ഡോക്ടറായിരിക്കും. പരീക്ഷണത്തിൽ തോറ്റാൽ നീ വേറെ പണി എന്തെങ്കിലും ചെയ്തോണ്ടാ മതി, നീ ഒരു കാലത്തും ഗതി പിടിക്കുക. അപ്പൊ പഴയ മനുഷ്യരുടെ ഭാഷ ആയതുകൊണ്ട് അങ്ങേയറ്റവേ അവരൊക്കെ പറയത്തുള്ളൂ. അപ്പൊ എനിക്ക് പേടിയായി. എൻ്റെ ആദ്യത്തെ കേസാണ്, ഇത് രക്ഷപ്പെട്ടില്ലെങ്കിൽ എൻ്റെ ഭാവി പോയത് തന്നെ ഇങ്ങനെയൊക്കെ. അപ്പൊ ഇങ്ങേര് ഒരു മൃഗചികിത്സ ചെയ്യുന്ന ആളാണ്. പണ്ടൊക്കെ പിന്നെ ഈ വെറ്ററിനറി ഡോക്ടർമാരൊന്നും കാണത്തില്ല. ഏതെങ്കിലും ഒരു നാട്ടിൽ ഒരു മൃഗചികിത്സ ചെയ്യുന്ന വൈദ്യം കാണും. അപ്പൊ മറ്റുള്ള അടുത്തുള്ള നാടുകളിലുള്ളവരൊക്കെ വന്ന് ഇയാളോണ്ടായിരിക്കും മരുന്ന് മേടിക്കുന്നത്. പിന്നെ കുറച്ച് പിള്ളേരുടെ ചികിത്സയുണ്ട്, ബാലചികിത്സയുണ്ട്. അപ്പൊ അങ്ങനെ ഒരു മനുഷ്യനാണ്. പുള്ളിയുടെ അടുത്ത് പിന്നെ ചികിത്സയ്ക്ക് വേണ്ടി വളരെ അകലെയുള്ള ആളുകളൊക്കെ വരും. വന്നു കഴിഞ്ഞാല് പശുവിന്റെയോ പട്ടിയുടെയോ ആടോ എന്തായാലും അതിന്റെ രോഗവിവരങ്ങളൊന്നും അങ്ങോട്ട് പറയാൻ പാടില്ല. വന്ന് മുറ്റത്ത് നിന്ന് കഴിയുമ്പം ഇങ്ങേര് പറയും, ഒരു മിനിറ്റ് കഴിയുമ്പോൾ പറയും, നിന്റെ പശു വെളുത്ത പശു, ഒരു കൊമ്പൊടിഞ്ഞത്, അകിടിന് നീര് അല്ലെ എന്ന് ചോദിക്കും. അപ്പൊ എന്നിട്ട് പുള്ളി തന്നെ ഒരു കുറിപ്പടി എഴുതി അവിടെ കൊടുക്കും. എന്തെങ്കിലും അതിന് പൈസ കൊടുക്കുന്നത് മേടിക്കും, അങ്ങനെ പോകും.
ഈ മനുഷ്യനാണ് എൻ്റെ മുമ്പിൽ വന്ന് പരീക്ഷണം വെക്കുന്നത്. അപ്പൊ എനിക്ക് പേടിയായി, ദൈവമേ ഇത് എന്താവും, ആദ്യത്തെ കേസാണ്, ഇത് തോറ്റാ പോയല്ലോ എന്നൊക്കെ വിചാരിച്ചു ഇങ്ങനെ. അപ്പം എൻ്റെ പരിഭ്രമമൊക്കെ കണ്ടപ്പോൾ പുള്ളി പറഞ്ഞു, നീ പേടിക്കൊന്നും വേണ്ട, ഞാനൊരു ചെറിയ പരീക്ഷണം വെക്കുന്നുള്ളൂ, അതിനകത്ത് നീ വിജയിക്കണം. അപ്പൊ എന്താന്ന് ചോദിച്ചു വന്നപ്പം പുള്ളിയുടെ വയറ്റിൽ നിന്നൊന്ന് പോയാ മതി, അത്രേ ഉള്ളു കാര്യം. വയറ്റിൽ നിന്നൊന്ന് പോകണം, അതിനുള്ള മരുന്ന് തന്നാൽ മതി. ഞാൻ അദ്ദേഹത്തിന്റെ സിംറ്റംസ് ഒക്കെ ചോദിച്ചു. അപ്പൊ ഒബ്സ്റ്റിനേറ്റ് കോൺസ്റ്റിപ്പേഷൻ ആണ്, ഇങ്ങർക്ക് 15 ദിവസം കൂടുമ്പോഴേ വയറ്റിൽ നിന്നൊക്കെ പോകുള്ളൂ, അങ്ങനെ ഒരു ഡിസയറേ ഇല്ല. റൗണ്ട് ഹാർഡ് ആയിട്ടുള്ള ബ്ലാക്ക് സ്റ്റൂൾസ് ആണ്, ഫീസസ് പ്രൊട്രൂഡ് ആൻഡ് റീസീവ്സ്, ഇത്തരം സിംറ്റം ആണ് പുള്ളിക്കുള്ളത്. അത് വെച്ചിട്ട് ഞാൻ ഓപ്പിയം 200 2 ഡോസ് കൊടുത്തു. ഉച്ചയ്ക്ക് വീട്ടിൽ ചോറുണ്ണാൻ ചെന്നപ്പോ അപ്പച്ചൻ ചോദിച്ചു, പേഷ്യൻസ് വല്ലവരും വന്നോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വന്ന്, ഇങ്ങനെ കൂട്ടുകാരനാ വന്നെന്ന്. എന്നാ പറഞ്ഞു? ഞാൻ പറഞ്ഞു ഒരു പരീക്ഷണം വെച്ചു. എന്ത് പരീക്ഷണം? അത് പുള്ളിയുടെ വയറ്റിൽ നിന്ന് പോയാൽ മതിയൊന്നു. എന്റെ കുഞ്ഞെ, നീ ഒരു രക്ഷയില്ല, ഈ കോട്ടയം ജില്ലയിലുള്ള സകല ഡോക്ടർമാരും നോക്കിയതാ, അങ്ങയുടെ വയറ്റിൽ നിന്ന് പോവുകയില്ല, നീ എന്തിനാ ഈ വഴിപ്പെട്ടത്, ഇപ്പൊ അയാളെ പറഞ്ഞു വിടാൻ മേലായിരുന്നു, മറ്റേതാ മറിച്ചാന്നല്ല ഒരുപാട് വഴക്ക് പറഞ്ഞു. എനിക്ക് അന്നേരം തൊട്ട് പേടിയായി, എന്റെ ദൈവമേ, എന്റെ ആദ്യത്തെ കേസ് തന്നെ തോക്കുവാണ്. ഏതായാലും ഞാൻ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് പോന്നപ്പം അപ്പച്ചൻ 2 പാക്കറ്റ് പൊതി എന്റെ തന്നു. എന്നിട്ട് പറഞ്ഞു, നാളെ ഏതായാലും ആള് വിവരം പറയാൻ വരും, പോയാലും കൊള്ളാം, പോയില്ലേലും വരും. പോയില്ലെങ്കിൽ പുള്ളി അധികം വർത്താനം പറയിക്കരുത്, നീ ഈ 1 പാക്കറ്റ് പൊടി കൊടുക്കുക, ഇന്ന് കഴിക്കാൻ പറയുക, അടുത്ത പാക്കറ്റ് നാളെ കഴിക്കാൻ പറയുക. ഇങ്ങനെ 2 ഡോസ് പൊടി എന്റെ തന്നു. ഇത് ഹോമിയോപ്പതി അല്ല, എന്താ മരുന്നെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. ഏതായാലും പിറ്റേ ദിവസം രാവിലെ ഞാൻ ചെന്നപ്പം ഇങ്ങേര് വന്നു. വന്നിട്ട് എന്നോട് നേരിട്ടല്ല പറയുന്നത്, എന്നോട് നേരിട്ട് പറയണേ മുറിക്കകത്ത് വരണോ, അദ്ദേഹം തിണ്ണേ നിന്നോണ്ടാ പറയുന്നത്, അതായത് നാട്ടുകാരെ മുഴുവൻ കേൾക്കണം. അങ്ങനെ വളരെ ഉച്ചത്തിൽ പറഞ്ഞു, നീ ഒരു കാലത്തും ഗതി പിടിക്കുകയല്ല, വെറുതെ വേഷം കെട്ടി ഇങ്ങനെ നടക്കാമെന്നല്ലാതെ ഒരു ഗുണവും വരത്തില്ല, വേറെ എന്തെങ്കിലും പണി പോയി ചെയ്താൽ മതി, മാടയാണ് കുതിരയാന്ന് പറഞ്ഞ് ഒരു 30 മിനിറ്റ് നേരം അങ്ങേരുടെ വായി തോന്നിയത് മുഴുവൻ പറഞ്ഞു. എന്റെ സകല പരിപാടിയും തീർന്നു. ആദ്യത്തെ കേസ് തോറ്റു. ഇപ്പം ഡോക്ടർ ക്ലാസ് എടുത്തവൻ പറഞ്ഞു, വി ക്യാൻ ലേൺ ഫ്രം ദ ഫെയിലുവേഴ്സ് എന്ന് പറഞ്ഞ ആ പോയിന്റ് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ കേസ് ഓർത്തത്. അത് എന്റെ ആദ്യത്തെ കേസ് അട്ടർ ഫെയിലുവർ. അപ്പം ഇത് പറഞ്ഞ് അപ്പൊ നാട്ടുകാരെ മുഴുവൻ കേൾക്കണം എന്നുള്ള ധാരണയിൽ തന്നെയാണ് പുള്ളി പറയുന്നത്. കാരണം പുള്ളിക്ക് ഈ ബാലചികിത്സയും പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് ഇത് ഞാൻ അവിടെ ചെല്ലുന്നത് ഒരു ശല്യമാണെന്നുള്ള കരുതിയായിരിക്കാം പബ്ലിക്കിന്റെ അടുത്ത് ഇത്രയും ശബ്ദം ഉണ്ടാക്കി പറഞ്ഞത്. അപ്പൊ അപ്പച്ചനോട് പറഞ്ഞിരുന്നു, ഇയാൾ എന്തേലും തെറി പറഞ്ഞാലും കൊള്ളാം, നീ മറുപടി ഒന്നും പറഞ്ഞേക്കരുത്, പറഞ്ഞാൽ ഇയാളാ പോകത്തില്ല, അവിടെ തന്നെ നിന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കും, അതുകൊണ്ട് യാതൊരു കാരണവശാലും ഒരു അക്ഷരം മിണ്ടരുതെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാൻ മിണ്ടാതിരുന്ന് കേട്ടോണ്ടിരുന്നു. എല്ലാരും കേട്ടു. അങ്ങനെ പുള്ളി ഒന്ന് ആറിയപ്പം ഞാൻ പതുക്കനെ ഈ 1 പാക്കറ്റ് പൊതി കൊടുത്തപ്പോൾ പുള്ളി തട്ടിക്കളഞ്ഞു. നിന്റെ പൊടിയും വേണ്ട, ഒരു കുന്തവും വേണ്ട, ഞാൻ എൻ്റെ പണിക്ക് പോവാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് കാശൊന്നും തരണ്ട, അപ്പച്ചനെ ഈ പൊതി ഇതൊന്ന് കഴിക്കണം, മറ്റേ മരുന്ന് കഴിച്ചിട്ട് വയറ്റിൽ നിന്ന് പോയില്ലെങ്കിൽ ഇതുകൂടെ കഴിക്കണം, അല്ലെങ്കിൽ വയറിന് വലിയ പ്രശ്നമാവും, അങ്ങനെയാവും ഇങ്ങനെയാവും എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ അപ്പച്ചന്റെ 2 പാക്കറ്റ് പൊതി 2 ദിവസം കൊടുക്കാനാണ്. ഇത്രയും തെറി എന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ ആ 2 പാക്കറ്റ് 1 പാക്കറ്റ് ആക്കി. 1 പാക്കറ്റ് ആക്കിയിട്ട് ആ വെളുപ്പിനെ കഴിക്കണമെന്നാണ് അപ്പച്ചൻ പറഞ്ഞിരുന്നത്. ഞാനത് വൈകിട്ടാക്കി. ഞാൻ പറഞ്ഞു, ഇന്ന് വൈകിട്ട് കിടക്കാൻ നേരത്ത് ഇത് കഴിക്കണം. വേണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞു, അയ്യോ പൈസ ഒന്നും വേണ്ട, അച്ഛന്റെ വയറിനെ ഓർത്ത് ഞാൻ തരുന്നതാണ്, പൈസ വേണ്ട എന്ന് പറഞ്ഞ് ഈ തട്ടിത്തെറിപ്പിച്ച പൊടി താഴേന്ന് ആ പാക്കറ്റ് എടുത്ത് ഇതിന്റെ കയ്യിൽ കൊടുത്ത് വിട്ടു. അപ്പൊ കണ്ടു നിന്നവരൊക്കെ ഓർത്ത് ഇത്രയും തെറി പറഞ്ഞിട്ടും ഈ ചെറുപ്പക്കാരൻ ഡോക്ടർ ഒരു അക്ഷരം പോലും മിണ്ടാതെ അങ്ങനെ കൊടുത്ത മരുന്ന് തട്ടിക്കളഞ്ഞിട്ട് പോലും അത് എടുത്തുകൊണ്ട് കൈ കൊടുത്തല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ തെറി പറഞ്ഞ ആളിന് 0 മാർക്കും ഈ ഏട്ടയാളിന് 100 മാർക്കും കിട്ടി. ആദ്യത്തെ കേസാണ്. പിറ്റേ ദിവസം രാവിലെ, അതായത് വൈകിട്ട് കിടക്കാൻ നേരത്ത് ഈ പൊടി കഴിച്ചിട്ട് കിടക്കണമെന്നാണ് പറഞ്ഞത്. വെളുപ്പിനെ അത് കഴിക്കേണ്ടത്. പിറ്റേ ദിവസം രാവിലെ അമ്മ എനിക്ക് ഉള്ള പൊതിയൊക്കെ കിട്ടാൻ വെളുപ്പിനെ എഴുന്നേറ്റപ്പോൾ ഞാൻ പറഞ്ഞു, വെളുപ്പിനെ എഴുന്നേക്കണ്ട, ഞാനിന്ന് ശകലം താമസിച്ചേ പോകുന്നുള്ളൂ, അതുകൊണ്ട് പതുക്കെ എഴുന്നേറ്റാൽ മതി എന്നൊക്കെ പറഞ്ഞ് അമ്മയെ പതുക്കനെ കുറെ കൂടെ താമസിപ്പിച്ച് എഴുന്നേപ്പിച്ച് പൊതിയൊക്കെ കെട്ടി. അന്ന് വണ്ടിയൊന്നുമില്ല, ഞാൻ ബസ്സിനാ പോകുന്നത്. അങ്ങനെ ബസ്സിൽ കയറി.
അവിടെ ചെന്ന് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയപ്പോ ഞാൻ അകലേന്ന് നോക്കി, മക്കള് വല്ലോ ഇയാടെ നിപ്പുണ്ടോ എന്ന് നോക്കിയപ്പോ 2 ആമക്കൾ നിപ്പുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി അപ്പച്ചന്റെ പരിപാടി ഏറ്റിട്ടുണ്ടെന്നുള്ള മനസ്സിലായി. അങ്ങനെ വണ്ടി എന്നിറങ്ങിയപ്പോ മക്കൾ രണ്ടുപേരും പറഞ്ഞു, ഇന്നലെ എന്നാ പണിയാ കാണിച്ചു പോയത്, ഞങ്ങളുടെ അപ്പച്ചന് ഭയങ്കര കഷ്ടപ്പാടായി, ഇപ്പൊ തന്നെ ഡോക്ടർ ഒന്ന് വീട്ടിലോട്ട് വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താ കാര്യം? അപ്പച്ചന് ഇന്നലെ വൈകിട്ട് തൊട്ട് വയറിളകാൻ തുടങ്ങിയത്. അതായത് പണ്ടൊക്കെ കക്കൂസ് വെക്കുന്നത് പറമ്പിന്റെ ഏതെങ്കിലും മൂലയിലായിരിക്കും. അതായത് ഇപ്പോഴല്ലേ വീടിനകത്തൊക്കെ പരിസരത്തൊക്കെ. പണ്ടൊക്കെ ഏതെങ്കിലും ഒരു കക്കൂസ് ഉണ്ടെങ്കിൽ അത് ഏതെങ്കിലും കുന്നുംപുറത്തോ പറമ്പിന്റെ അങ്ങേയറ്റോ ഇങ്ങേയറ്റോ എവിടെയും വരും. ഇദ്ദേഹം ഷൂട്ടുകാറ്റയൊക്കെ കത്തിച്ച് ഈ പറമ്പിന്റെ അങ്ങേയറ്റം വരെ പോയി ഇവിടെ വരുമ്പോ വീണ്ടും പോണം. വീണ്ടും അങ്ങോട്ട് പോയി ഇയാളൊരു വലിയ മനുഷ്യനാണ്, നല്ല അസ്ഥിമുഴുപ്പൊക്കെ ഉള്ള മനുഷ്യനാണ്. അങ്ങനെ പോയി ഷൂട്ടുകാറ്റയൊക്കെ തീരാറായപ്പോ തന്നെ പിന്നെ ഈ പണ്ടൊക്കെ ഇങ്ങനെ വീടിന്റെ ചുറ്റും മതിൽ കെട്ടിയിട്ട് അതിനപ്പുറത്ത് കാപ്പി വെച്ചേക്കും. ഒരു വർഷത്തേന് വേണ്ട കാപ്പി എല്ലാം കാപ്പിക്കുരു പറിക്കും. അപ്പൊ അങ്ങോട്ടായി, മറ്റേടം വരെ പോകാൻ മേല. കുറെ പോയി കഴിഞ്ഞപ്പോ അവിടം വരെ പോകാൻ മേല, ഇളന്തിണ്ണയിലായി. അത് കഴിഞ്ഞപ്പോ ഇളന്തിണ്ണയിലോട്ട് ഇറങ്ങാൻ മേല. അന്ന് പഴയ കാലത്തൊക്കെ കയറ് വരിഞ്ഞു കെട്ടിട്ട് അങ്ങനെ കയറ് കിടന്ന കിടപ്പായി. വെളുപ്പായപ്പം ഈ വലിയ മനുഷ്യന്റെ മസിലെല്ലാം കൂടെ ഉരുണ്ട് കയറി, ഡീഹൈഡ്രേഷൻ ഉരുണ്ട് കയറി വലിയ വെപ്രാളമായി. അയ്യോ അങ്ങനെ പറയുന്നുണ്ട്. എന്റെ ദൈവമേ, ആ ചെറുക്കനെ ചെന്ന് വിളിച്ചോണ്ട് വാ. ഏതായാലും ഈ മക്കളെ എന്നെ വിളിക്കാൻ വന്നപ്പോ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അപ്പൻ ഇത്രയും നാൾ ഈ മൃഗത്തിനെ ചികിത്സിച്ചിട്ടുള്ളൂ, മനുഷ്യനെ ചികിത്സിച്ചിട്ടില്ല. അതുകൊണ്ട് അങ്ങേര് കുറെ കൂടെ നന്നായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ മസിലൊക്കെ ഒന്നുകൂടെ കയറട്ടെ, എന്നിട്ട് ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പൊ മക്കളെന്നെ കാല് പിടിക്കുന്നത്, ദൈവത്തെ വിചാരിച്ച് വായിച്ചു. ഇന്നലെ ഞങ്ങളുടെ അപ്പച്ചൻ പറഞ്ഞതെല്ലാം ഞങ്ങൾ അറിഞ്ഞു. ക്ഷമിക്കണം 100 പ്രാവശ്യം ക്ഷമിച്ചു. അവസാനം ചെന്നപ്പോ നോക്കുമ്പോ ഉണ്ടല്ലോ പളുപളുകളോ നീ മസിലെല്ലാം കൂടെ ഉരുണ്ട് കയറുക. ചെന്ന പാടെ പുള്ളി 2 കൈയും കൂപ്പി പറഞ്ഞു, എന്റെ മോനെ ഞാൻ പറഞ്ഞതെല്ലാം പുറകോട്ട് എടുത്തിരിക്കുന്നു. ഇത് ഈ അനുഗ്രഹിക്കപ്പെടും 3 പ്രാവശ്യം പറഞ്ഞു. ഇതാണ് എൻ്റെ ആദ്യത്തെ ഫെയിലുവറും ആദ്യത്തെ എൻ്റെ കേസ്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഇവിടെ ഒരു ഹോസ്പിറ്റലുണ്ട്, കങ്ങഴ ഹോസ്പിറ്റൽ എന്നാണ് അതിന്റെ പേര്. അതിന്റെ ഫൗണ്ടർ, ആ ആശുപത്രി ഉണ്ടാക്കിയ ആളിന്റെ ഫൗണ്ടേഴ്സ് ഡേ എല്ലാ വർഷവും ആഘോഷിക്കും. അപ്പൊ അതിന് അവര് ഈ സാധാരണ അവിടെ സ്പീച്ചിന് വിളിക്കുന്ന എന്നെയാ വിളിക്കുന്നത്. വണ്ടി വിടുമ്പോ ആശുപത്രിയുടെ ഞാൻ രാവിലെ പോയിട്ട്, രാവിലെ ഡോക്ടേഴ്സിനോടാണ് എടുക്കേണ്ടത്, 2nd 1 നേഴ്സുമാര്, 3rd പാരാമെഡിക്കൽ സ്റ്റാഫ്, 4th നേഴ്സിംഗ് സ്റ്റുഡൻസ്. ഈ 4 കൂട്ടർ ക്ലാസ് എടുക്കണം. ഈ 4 കൂട്ടരിലും പിന്നീടുള്ള സെക്ഷനിലും ഇരിക്കും, ആരും എഴുന്നേറ്റ് പോകത്തില്ല. അപ്പൊ ഇങ്ങനെ അവസാനത്തെ നേഴ്സിംഗ് സ്റ്റുഡൻസിനും എടുത്തിട്ട് ഞാൻ ഇരുന്നപ്പോ ഒരു പെങ്കൊച്ച്, ഒരു നേഴ്സിംഗ് സ്റ്റുഡന്റ് എൻ്റെ അടുത്ത് വന്നു ചോദിച്ചു, ഡോക്ടറെ എന്നെ അറിയുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അറിയത്തില്ല മോളെ, എന്തെങ്കിലും അറിയാനുള്ള ഒരു ക്ലൂ പറയാൻ പറഞ്ഞു. അപ്പൊ ഇന്ന സ്ഥലത്ത് വീട്ടുപേരാദ്യം പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി. ഞാൻ നിന്റെ എന്ന് പറഞ്ഞപ്പോ അവൾ പെട്ടെന്ന്, അയ്യോ പറയല്ലേ കൂട്ടുകാരെല്ലാം കേൾക്കുമ്പേ ഇല്ലപ്പന്റെ ചരിത്രം ഞാൻ പറയാൻ പോണെന്നുള്ള ആൾക്കറിയാം. അങ്ങനെ അവിടുന്ന് പോകുന്നു. ഇത് ഇപ്പോഴും ആ കുടുംബത്തിലെ ഉള്ള സകല ആൾക്കാരും അവരുടെ ബന്ധുക്കാരും ഇത്രയും നാളായിട്ട് എൻ്റെ പേഷ്യൻസ് തന്നെയാണ്. ഒരൊറ്റ കേസ് ഫെയിലറായി, പക്ഷെ അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ എനിക്ക് ഉണ്ടായി. മറ്റൊരു കേസ് പറയാനുള്ളത് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വന്ന ഒരു കേസാണ്. അദ്ദേഹം ഒരുപാട് സ്വത്തുക്കളുള്ള കാഞ്ഞിരപ്പള്ളിയിലുള്ള ഒരു വലിയ എസ്റ്റേറ്റിന്റെ മാനേജറാണ്. ഇയാൾക്കുള്ള ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ സിഗരറ്റ് കേസ് ആയിട്ടല്ല, പാക്കറ്റ് ആയിട്ടല്ല മേടിക്കുന്നത്, വേറെ കേസ് ആയിട്ടാണ് മേടിക്കുന്നത്. മേടിച്ചിട്ട് ഒരു കേസ് സിഗരറ്റ് മുഴുവൻ ഒരു ദിവസം വലിച്ചു തീർക്കും. ഒരു വലിയ ടിന്ന് ഇങ്ങനെ അടുത്ത് വെച്ചിട്ടുണ്ട്, അതിനകത്തോട്ട് കുറ്റിയിടും, ഇപ്പുറത്ത് കുപ്പി വെച്ചേക്കും, ഓരോ കുപ്പി വീതം കുറേശ്ശെ കുടിക്കുക, ഇത് വലിക്കുക, നേരം വെളുക്കുമ്പോൾ തുടങ്ങി ഭക്ഷണം കഴിക്കുക. ഇതാണ് സുഖമാനായിട്ട് കഴിയാണ്. 3 മക്കളുണ്ട്, 3 പേരും അമേരിക്കയിലാണ്. ഇവിടെ ഇഷ്ടം പോലെ ഭൂമിയും സ്വത്തുക്കൾ ആദായമുണ്ട്. അതുകൊണ്ട് ഇഷ്ടം പോലെ പണമുണ്ട്, ആരോഗ്യത്തിനൊന്നും ഒരു കുഴപ്പമില്ല. ഇദ്ദേഹന്റെ ഈ വലിയൊന്ന് നിർത്തി കിട്ടണം, ഇത്രേ ഉള്ള ആഗ്രഹം.
ഭാര്യയാണ് എല്ലാ ജോലിയും വീട്ടിൽ ചെയ്യുന്നത്. ഇദ്ദേഹം ഒരു കസേരയിട്ട് നേരം വിളക്കുമ്പം പോർട്ടിക്കോയി വന്നിരിക്കും. ഈ പരിപാടി തന്നെ ഒരു സിഗരറ്റ് വലിച്ചതിന് ശേഷം അതിന്റെ കുറ്റിയെ തന്നെ അടുത്തത് വിളിപ്പിച്ച് ഇങ്ങനെ ചെയിൻ സ്മോക്കിംഗ്. അപ്പൊ ഇതിന് ഒരുപാട് ചികിത്സകളൊക്കെ ചെയ്തതാണ്, പക്ഷേ ഒരു ഗുണവും കിട്ടിയില്ല. അപ്പൊ അവരെന്നെ വിളിച്ച് അവിടെ കൊണ്ടുപോയി. ഞാൻ അദ്ദേഹത്തെ കണ്ടു. നല്ല സുമുഖനായ ആരോഗ്യവാനായിട്ടുള്ള ഒരു മനുഷ്യൻ. ഇദ്ദേഹത്തിന്റെ സിംറ്റംസ് നോക്കിയപ്പം ക്രേവിംഗ് ഫോർ ടുബാക്കോ, പിന്നെ ഇയാൾ ഇത് വലിക്കുന്നതിന് ഒരു ശകലം ഗ്യാപ്പ് വന്നാല് ഇയാളുടെ ഈ മസിൽസ്, അതായത് വേരിയസ് പാർട്സിലുള്ള മസിൽസ് ഇങ്ങനെ ജെർക്ക് ചെയ്യുക ഇങ്ങനെ. അത് ഒരു പിന്നെ കൈയോ കാലോ അല്ല, സിംഗിൾ മസിൽസ് ആണ് ജെർക്ക് ചെയ്യുന്നത്. അപ്പൊ തന്നെ ഇയാൾക്ക് ഉടനെ വലിക്കണം. പിന്നീട് അയാൾ കണ്ട ഒരു സിംറ്റം, ഇയാളുടെ വലത്തെ കാലിന്റെ തള്ളവിരല് വീർത്തിരിക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് ഒരുമാതിരി പെയിൻ റേഡിയേറ്റ് ചെയ്ത് മുകളിലോട്ട് പോകും. അപ്പൊ ഡോക്ടേഴ്സിനെ കാണിച്ചപ്പം അവര് പറഞ്ഞു ഇത് പിന്നെ ഇയാളുടെ സ്മോക്കിങ്ങിൽ നിന്ന് വന്നതാണ്. അവിടുത്തെ നെർവ്സിന്റെ ഒക്കെ ഡാമേജ് ആയി, സർക്കുലേഷൻ അവിടെ ശരിയാകുന്നില്ല, അതുകൊണ്ട് കാലിന്റെ ആ തള്ളവിരലിൽ മുറിക്കേണ്ട വരും എന്ന് പറഞ്ഞു. ഈ സമയത്താണ് അവര് എന്നെ കാണാനായിട്ട് വരുന്നത്. ഞാൻ അവിടെ ചെന്ന് പറഞ്ഞു ഇങ്ങനെ ഇത് തീർത്തും മോശമാണ് ഈ പരിപാടി, ഇത് ഇന്ന് രക്ഷപ്പെട്ടില്ലെങ്കിൽ കാല് മുറിക്കേണ്ടി വരും. ഞാൻ ഏതായാലും ഒരു മരുന്ന് തരാം, അത് കഴിക്കുക. സ്വയമായിട്ട് തന്നെ ഇതിൽ നിന്ന് വിഡ്രോവൽ വരാൻ വേണ്ടിയിട്ടാണ് ഈ മരുന്ന് തരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഓരോ ദിവസവും ഇനി സ്മോക്ക് ചെയ്യുമ്പോൾ, ഓരോ സിഗരറ്റ് വലിക്കുമ്പോഴും നിങ്ങൾ ഓർക്കുക ഈ മരുന്ന് ഞാൻ കഴിക്കുന്നത് ഇതിൽ നിന്ന് വിഡ്രോവലിന് വേണ്ടിയിട്ടാണ് എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ വലിക്കാവുള്ളൂ എന്ന് പറഞ്ഞു. കൊടുത്ത മരുന്ന് ഡാഫെയിൻ ഇൻഡിക്ക 6X ആണ് കൊടുത്തത്. ഒരു മാസം കഴിഞ്ഞപ്പം ഇങ്ങയുടെ സ്മോക്കിംഗ് ക്യാരക്ടർ കുറയാൻ തുടങ്ങി. വീണ്ടും സെക്കൻഡ് മന്തിൽ അതേ മെഡിസിൻ തന്നെ കൊടുത്തു. ഇപ്പോൾ പിന്നെ വലിക്കണമെന്നുള്ള ടെൻഡൻസി വളരെ കുറഞ്ഞു. അതായത് ലാട്രിനിൽ പോകണമെങ്കിൽ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒന്ന് ഈ വലിയ ടിന്നിനകത്ത് കൊണ്ടുവന്ന് വെച്ചുള്ള വലിയും ടിന്നിനകത്ത് കുറ്റിയിടുന്ന പരിപാടി മാറി. 3 മാസം തുടർച്ചയായിട്ട് ഈ മെഡിസിൻ കൊടുത്തപ്പം അങ്ങേരുടെ തള്ളവിരലിന്റെ നീരും മാറി, സ്മോക്കിംഗ് ക്യാരക്ടറും കംപ്ലീറ്റ് ആയിട്ട് മാറി. കാല് മുറിച്ചില്ല, വിരൽ മുറിച്ചില്ല, ഒന്നും ചെയ്തില്ല. നമ്മൾ ഡാഫെയിൻ ഇൻഡിക്ക 6X 3 പാക്കറ്റ് അങ്ങേരുടെ അകത്ത് ചെന്നപ്പം ആ ക്യാരക്ടറെ മാറി. അടുത്ത ഒരു കേസ് ഒരു മിലിറ്ററി ബ്രിഗേഡിയർ ആണ്. അയ്മനം എന്ന് പറയുന്ന കോട്ടയത്തിന് അടുത്തുള്ള ഒരു സ്ഥലത്താണ്. ഇദ്ദേഹം വളരെ പേഴ്സണാലിറ്റി ഉള്ള നല്ല വെളുത്ത് സുമുഖനായിട്ടുള്ള ഒരു മനുഷ്യൻ. മിലിറ്ററി ബ്രിഗേഡിയർ ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. അവിടുന്ന് റിട്ടയർഡായി വന്നു. വൈഫ് സെൻട്രൽ ഗവൺമെന്റിലെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ സൂപ്രണ്ടായിട്ട് വർക്ക് ചെയ്തു. ഭയങ്കര കുടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര കുടി. പെൻഷൻ വരുന്നത് വിത്തിൻ 1 വീക്ക് മുഴുവൻ കുടിച്ചു തീർക്കും. പിന്നീട് വൈഫിന് ശമ്പളം കിട്ടുന്നത് 31-ാം തീയതി 1-ാം തീയതി ആണെങ്കിൽ ആ ഓഫീസിന്റെ വാതിക്കെ പോയി ഗേറ്റിങ്ക പോയി നിന്നിട്ട് അവർ ശമ്പളവും മേടിച്ചുകൊണ്ട് ഇറങ്ങി വരുമ്പം അത് മേടിച്ച് അതുകൂടെ കൂട്ടുകാർ കൂടി കുടിച്ചു തീർക്കുന്ന ഒരു മനുഷ്യൻ. ഇദ്ദേഹത്തിന്റെ കംപ്ലൈന്റ് എന്ന് പറയുന്നത് ഫേസിലും ചെവിയിലും ചെവിയുടെ പുറകിലും ഒരു എക്സിമ ടൈപ്പ് ഇറപ്ഷൻസ് വരിക. അത് ഈ വാട്ടറിങ് ഉണ്ട്, സിവിയർ ഇച്ചിങ് ഉണ്ട്. ഈ കേസിൽ ഇദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഡോക്ടറുണ്ട് മെഡിക്കൽ കോളേജിലെ, സ്കിൻ സ്പെഷ്യലിസ്റ്റ് അല്ല. അങ്ങേര് പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഇങ്ങേര് കേൾക്കുള്ളൂ. വളരെ അദ്ദേഹത്തെ അങ്ങേയറ്റം ബഹുമാനമുള്ള ഒരാളാണ്. അപ്പൊ അങ്ങേരുടെ ട്രീറ്റ്മെന്റിലാണ് ഇരിക്കുന്നത്. ഈ അങ്ങേര് കൊടുക്കുന്ന മെഡിസിൻ സ്റ്റെറോയിഡ്സ് ആണ്. ഇത് ഇദ്ദേഹത്തിന്റെ അനിയൻ കണ്ടിട്ട് എപ്പോഴും ഗുണദോഷിക്കും, ഇത് കഴിക്കരുത് എന്ന് പറയും. പക്ഷെ തുടർച്ചയായിട്ട് ഇദ്ദേഹം കഴിച്ചുകൊണ്ടിരിക്കും. ഒരു ദിവസം ഈ ടാബ്ലറ്റ് കഴിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ റാഷസ് എല്ലാം വളരെ കൂടുതലായിട്ട് വരും. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഇത് കഴിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഈ അനിയൻ എന്നോട് വന്ന് പറഞ്ഞു, ഇന്ന പോലെ ചേട്ടൻ ഇതുപോലെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ ഡോക്ടറെ വലിയ വിശ്വാസമാണ്, എന്ത് പറഞ്ഞാലും അങ്ങേരുടെ അടുത്തൊന്നും മാറുന്ന പരിപാടിയില്ല, അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഒരു ദിവസം കൂട്ടിക്കൊണ്ട് വരാം. അങ്ങനെ ഈ മനുഷ്യനെ കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി ഇത് ഞാൻ ഈ കേസ് എടുത്താൽ ഇത് കുഴപ്പമാകും, അതുകൊണ്ട് ഞാൻ പറഞ്ഞാലോട്ട് കേൾക്കാനും സാധ്യതയില്ല.
അതുകൊണ്ട് ഞാൻ വേറൊരു സ്കിൻ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത്, അതായത് മെഡിക്കൽ കോളേജ് പ്രൊഫസറുടെ വീട്ടിൽ കൺസൾട്ടേഷൻ ഉള്ളിടത്ത് പറഞ്ഞു. അവിടെ പോയി അന്നേരം പറഞ്ഞ് ഈ ഗുളിക ഇങ്ങനെ കഴിക്കുന്നുണ്ടെന്നുള്ള വിവരം അങ്ങേരോട് പറയണമെന്ന് പറഞ്ഞു. അതനുസരിച്ച് പറഞ്ഞു. അപ്പൊ അങ്ങേര് ഒരുപാട് ഈ മനുഷ്യൻ ഇങ്ങനെ വല്ലവരും കഴിക്കുന്നതാണോ, ഇയാളോട് ആര് പറഞ്ഞു ഇത് കഴിക്കാനായിട്ട്, മാടയാണ് കുതിരയാന്നെല്ലാം പറഞ്ഞിട്ട് ഒരു ഓയിൽമെന്റ് കുറിച്ച് കൊടുത്തു. അത് കഴിച്ചാൽ അത് പരട്ടിയാൽ മതി എന്ന് പറഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ ഈ ചേട്ടൻ എൻ്റെ അടുത്തോട്ട് വന്നിട്ട് ഭയങ്കര ബഹളം. എന്നാ ഡോക്ടറുടെ അടുത്താ പറഞ്ഞു വിട്ടത്. ചുമ്മാ അയാൾ എന്നാ പരിപാടിയാ കാണിച്ചത്, എന്നെ ഇത് കണ്ടു ഗുളിക കഴിക്കരുതെന്ന് പറഞ്ഞൊരു ഓയിൽമെന്റും കുറിച്ചു. ഞാൻ സ്ഥിരം പോകുന്ന ഡോക്ടറാണെങ്കിൽ എന്നെ മേശപ്പുറത്ത് കയറ്റി എൻ്റെ വയറൊക്കെ പരിശോധിക്കും, എൻ്റെ പൾസ് നോക്കും, എൻ്റെ റെസ്പിറേഷൻ റേറ്റ് നോക്കും, എൻ്റെ കണ്ണിനകത്ത് ടോർച്ചടിച്ച് നോക്കും, ചെവിക്കകത്ത് നോക്കും, തലയുടെ ചുറ്റളവെടുക്കും, ശ്വാസം വലിച്ചിട്ടുള്ളത് ഇങ്ങനെ എടുക്കും, ശ്വാസം വിട്ടതിന് ശേഷമുള്ളത് എടുക്കും. ഇത് ചുമ്മാ അത് കണ്ടിട്ട് ചുമ്മാ ഒരു ഓയിൽമെന്റ് കുറിച്ച് കൈയിട്ടുന്നു. എന്ത് ഡോക്ടറാണ്? അപ്പൊ കുറച്ചു നേരം കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ നാട്ടിലെ ഒരു ബഹുമാന്യനായ മനുഷ്യനാണ്, വലിയ അറിവാണ്, വലിയ ഇംഗ്ലീഷ് ഭയങ്കര സ്റ്റാൻഡേർഡാണ്, ലോ പോയിന്റ്സ് ഒക്കെ ഭയങ്കര കട്ടിയാണ്. ഞാൻ പറഞ്ഞു നിങ്ങളെ പോലെ മണ്ടനായ ഒരു മനുഷ്യൻ, മരമണ്ടൻ ഈ നാട്ടിലില്ലെന്ന്. പുള്ളിക്ക് അത് വല്ലാതെ ഫീൽ ചെയ്യും. ഞാൻ പറഞ്ഞു ഒരു സ്കിൻ കംപ്ലൈന്റിന് മേശപ്പുറത്ത് കയറ്റി സ്റ്റെത്ത് വെച്ച് പരിശോധിക്കുകയും കണ്ണിനകത്ത് ടോർച്ചടിച്ച് നോക്കുകയും ചെവിക്കകത്ത് നോക്കുകയും തല കുമ്പിട്ട് നോക്കുകയും തലയുടെ വണ്ണം എടുക്കുകയും ചെസ്റ്റിന്റെ ശ്വാസം വലിച്ചിട്ടുള്ളതും വിട്ടതിന് ശേഷമുള്ളത് എടുക്കുന്നതെല്ലാം തട്ടിപ്പിന്റെ ഏറ്റവും വലിയ ലക്ഷണമാണ്. ദ സെക്കൻഡ് തിങ്, ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, എൻ്റെ അടുത്ത് ഞാൻ പോയിക്കൊണ്ടിരുന്ന ഡോക്ടർ ഞാൻ പൈസ കൊടുക്കുമ്പോൾ എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പി മേടിക്കും. ഈ ഡോക്ടറുടെ കവറിനകത്ത് അവിടെ മേശക്കകത്ത് അങ്ങോട്ട് വലിച്ചെറിഞ്ഞു. മറ്റേതാണ് എന്ത് ബഹുമാന പരിസരമാണ്. ഞാൻ പറഞ്ഞു കള്ളന്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർ ഒരു പേഷ്യന്റ് പൈസ കൊടുക്കുമ്പോൾ എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പി മേടിക്കാന്ന് പറഞ്ഞാൽ കള്ളന്റെ ഒന്നാമത്തെ ലക്ഷണമാണ്. നിങ്ങളെ ഈ തീറ്റിക്കൊണ്ടിരിക്കുന്ന മരുന്ന് വിഷമാണ്. നിങ്ങളുടെ എല്ല് കുറെ നാൾ കഴിയുമ്പം പൊടിയും, നിങ്ങൾക്ക് ഇല്ലാത്ത രോഗങ്ങളെല്ലാം വരും. അത് പറഞ്ഞപ്പോൾ പുള്ളിക്ക് ആകപ്പാടെ അന്നേരമാണ് ഇത് വരുന്നത്. ആ സ്കിൻ സ്പെഷ്യലിസ്റ്റ് എന്തിനാ ഈ പരിശോധനകളെല്ലാം ചെയ്യും. അപ്പം പുള്ളിക്ക് ബോധം വരും. ഈ കേസിൽ ഞാൻ കൊടുത്ത മരുന്ന് സ്റ്റാഫി സാഗ്രിയ ആണ്. ക്രേവിംഗ് ഫോർ ടുബാക്കോ, കനൈൻ ഹങ്കർ, ഈവൻ വെൻ ദ സ്റ്റൊമക് ഈസ് ഫുൾ, എക്സിമ ഓഫ് ദ ഹെഡ്, ഇയേഴ്സ്, ഫേസ് ആൻഡ് ബോഡി വിത്ത് തിക്ക് സ്കാബ്സ്, ഡ്രൈ ആൻഡ് ഇച്ച് വയലന്റ്ലി. ഇത്രയും സിംറ്റം ആയിരുന്നു പുള്ളിക്കുണ്ടായിരുന്നത്. സ്റ്റാഫി സാഗ്രിയ 30 ദിവസത്തേന് കൊടുത്തു വിട്ടു. 30. പുള്ളിയുടെ ഇറക്ഷൻസ് ഒക്കെ പതുക്കനെ വാടാൻ തുടങ്ങി. ക്രേവിംഗ് ഫോർ ടുബാക്കോ കുറയാൻ തുടങ്ങി. സെക്കൻഡ് മന്തിൽ വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്തു. വിത്തിൻ 3 months കംപ്ലീറ്റ് ആയിട്ടും ആ കേസ് കുറഞ്ഞു എന്ന് തന്നെയല്ല, അദ്ദേഹത്തിന്റെ ഈ ആൽക്കഹോളിനോടുള്ള ടെൻഡൻസിയും വളരെയധികം കുറഞ്ഞു. അപ്പം ഈ 3 മാസത്തേന് ചില റെസ്ട്രിക്ഷൻസ് ഞാൻ പറഞ്ഞിരുന്നു. ഒന്ന്, 90 ദിവസത്തേന് ഇയാൾ യാതൊരു കാരണവശാലും ഗേറ്റിന് വെളിയിൽ വിടാൻ പാടില്ല. സെക്കൻഡ് വൺ, ഒരു ഫ്രണ്ട്സും 90 ദിവസത്തിനകം ഇങ്ങേരെ കാണാൻ വീട്ടിലേക്ക് വരാൻ പാടില്ല. ഗേറ്റിനകം കിടക്കരുത്, അവിടെ നിന്നോണം. എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷൻ യാതൊരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല. ഇത്ര റെസ്ട്രിക്ഷൻസിനെ കൊടുത്തുള്ളൂ. ആരും ഫ്രണ്ട്സ് ഇങ്ങോട്ട് വന്നില്ല, അങ്ങേര് വെളിയിലോട്ട് പോകാനും പിള്ളേരെ അനുവദിച്ചില്ല. 3 മാസം കൊണ്ട് അങ്ങേരുടെ ആ വലിയ ക്രേവിങ് എന്ന് പറഞ്ഞാല്, അങ്ങേരുടെ അപ്പൻ ഒരു ഫോറസ്റ്റ് റേഞ്ചർ ആയിരുന്നു, നല്ല കൃഷിക്കാരനാണ്. 10 ഏക്കറോളം സ്ഥലം കുരുമുളക് കൃഷി ചെയ്യും. ആ കുരുമുളക് എല്ലാം കൃഷി ചെയ്തിട്ട് ഒരു കള പോലും അതിനകത്ത് കാണുകയില്ല. അദ്ദേഹം ഇതിന്റെ ക്രോപ്പ് എടുക്കാനായിട്ട് വരുമ്പം ഈ മകൻ അത് മുഴുവൻ മൊത്തക്കച്ചവടക്കാർക്ക് 50,000 രൂപ കിട്ടുന്ന മുളക് 5,000 രൂപയ്ക്ക് വിൽക്കും. വിറ്റിട്ട് അത് മുഴുവൻ വെള്ളം അടിച്ച് നശിപ്പിക്കുന്ന മനുഷ്യൻ. സ്റ്റാഫി സാഗ്രിയ 30 ഒരു 30 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ആ ക്യാരക്ടേഴ്സ് എല്ലാം മാറാനായിട്ട് തുടങ്ങി. അടുത്ത ഒരു കേസ്, ഞങ്ങളുടെയൊക്കെ ലൊക്കാലിറ്റിയിൽ എല്ലാ വീടുകളിലും കയറി ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു. എന്ത് ജോലി? സാർ മ്യൂട്ടഡ് ആയിപ്പോയ, സാർ അൺമ്യൂട്ട് ചെയ്യണേ. കുര്യൻ സാർ മ്യൂട്ടഡ് ആയിപ്പോയി. സാർ അൺമ്യൂട്ട് ചെയ്ത്, കുര്യൻ സാർ അൺമ്യൂട്ട് ചെയ്ത്.
ആ കേസില് കേൾക്കാവോ? കേൾക്കാം. അപ്പം ഈ മനുഷ്യൻ ഇങ്ങനെ മരത്തെ കയറും, എന്ത് ജോലി പറഞ്ഞാലും അങ്ങേര് ചെയ്യും. വൈകിട്ട് വരെ ജോലി ചെയ്ത് കിട്ടുന്ന പൈസ ആയിട്ട് പോകും. കുറെ കുടിക്കും, കുറെ വീട്ടിൽ കൊടുക്കും, ഇത്രേ ഉള്ളൂ. ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ വന്ന് പറഞ്ഞു, ഞങ്ങളുടെ ചേട്ടൻ നടക്കുന്നില്ല, അദ്ദേഹത്തിന്റെ കാലിന് തളർച്ച പോലെയാണ്, കട്ടിലെ തന്നെയാണ് കിടക്കുന്നത്, വെളിയിലോട്ട് ഇറങ്ങാനേ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാന് ആ മനുഷ്യന്റെ വീട്ടിൽ പോയി നോക്കി. ശരിയാണ്, കാലിന് യാതൊരു ചലനവും ഇല്ല, കട്ടിലേം തന്നെ അദ്ദേഹത്തിന് ഇറങ്ങാൻ പറ്റിയല്ല, വലിയ ശോചനീയമായ അവസ്ഥയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് ഒരു കാര്യം ചെയ്യും, ഞാൻ ആദ്യം ചികിത്സിക്കുന്നില്ല, നിങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ട് കാണിക്ക്, എന്താണെന്ന് അവർ പരിശോധിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും നോക്കാമെന്ന് പറഞ്ഞു. ആ കേസ് പറഞ്ഞു വിട്ടപ്പം അവർ പിറ്റേ ദിവസം വന്ന് എൻ്റെ വീട്ടിൽ വന്ന് ഒരുപാട് കരയുകയൊക്കെ ചെയ്തു. എൻ്റെ കെട്ടിയവൻ ഒന്ന് സ്വന്തം കാര്യത്തിന് മാത്രം ഒന്ന് പോവുകയോ വരികയോ ഒക്കെ ചെയ്താൽ മതി, ബാക്കി ഞങ്ങൾ ചെലവിന് കൊടുത്തോളാം, എന്ത് എന്ന് വന്നാലും സ്വന്തം കാര്യം കൂടെ തന്നെ മാത്രം, അതായത് ബാത്റൂമിൽ പോവുകയോ അങ്ങനെയുള്ള കാര്യത്തിന് മാത്രം ഒന്ന് നടന്നാൽ മതി, വേറെ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞ് ഇവര് കരഞ്ഞപ്പം എൻ്റെ വൈഫ് പറഞ്ഞു, എന്തെങ്കിലും മരുന്ന് കൊടുത്തു വിടാൻ വേണം. ഞാൻ പറഞ്ഞു, വേണ്ട, ഇപ്പൊ നമ്മൾ ആദ്യം കയറി ചികിത്സിക്കേണ്ട, അത് പോട്ടെ, മെഡിക്കൽ കോളേജിൽ പോയി നോക്കട്ടെ. അങ്ങനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ 1 മാസത്തോളം അഡ്മിറ്റായി. അവര് കുറെ എല്ലാം ചികിത്സിച്ചു. അത് അവര് ഡയഗ്നോസ് ചെയ്തത് സ്പൈനൽ കോഡ് സ്ക്ലീറോസിസ് എന്നാണ് ഡയഗ്നോസ് ചെയ്തു. കുറെ വൈറ്റമിൻ B1, B12, B6 ഒക്കെ കൊടുത്തു. അങ്ങനെ അവര് 1 മാസം കഴിയുമ്പോൾ നീ വീട്ടിൽ പോയി കഴിച്ചാണ്ടാ മതി, റെസ്റ്റ് എടുത്താൽ മതി, കുറെ നാൾ കഴിയുമ്പോൾ ശരിയായിക്കോളും. ഇവിടെ വന്ന് ഇത് കഴിച്ച് 1 മാസം കൂടെ കഴിച്ചിട്ട് ഒരു വിശേഷവും ഇല്ല, ആ കിടന്ന കിടപ്പ് തന്നെ കിടക്കും. അപ്പൊ ഈ തള്ള വീണ്ടും എൻ്റെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ, ഒരു വിശേഷവും ഇല്ലല്ലോ, ഇനി എന്നാ ചെയ്യാനാണ്. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ആയുർവേദ ആശുപത്രിയിൽ പോയി കിടക്കാം. ആയുർവേദ ആശുപത്രി പറഞ്ഞു. അവിടെ ഒരു 1.5 മാസം കിടന്ന് കിഴികുത്തും പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് അവരും പറഞ്ഞു വിട്ടു, നീ വീട്ടിൽ പോയി ഇതൊക്കെ കുടിച്ചോണ്ടാ മതി എന്നൊക്കെ പറഞ്ഞു. ഈ സമയത്ത് അവർ വീണ്ടും വന്ന്, അപ്പൊ എൻ്റെ വൈഫ് പറഞ്ഞു, ഇനി വിടരുത് കേട്ടോ, ഇനി ആ മനുഷ്യനെ എങ്ങനെ ഓടിക്കരുത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അപ്പൊ ഒരു കാര്യം ചെയ്യും, ഇനി ഞാൻ ചികിത്സയ്ക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ പോകണം ഇവിടെ പോകണം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, ഞാൻ പറയുമ്പോഴല്ലാതെ എൻ്റെ അടുത്തൊന്നും പോകാൻ പാടില്ല. അതൊക്കെ സമ്മതിച്ചു. അങ്ങനെ ചികിത്സ തുടങ്ങി. ആ കേസില് ഇയാൾക്കുള്ള വീട്ടിൽ പോയി കണ്ടു. അപ്പൊ ഇയാൾക്കൊരു ഭയങ്കര പേടിയാണ്. പേടി എന്ന് പറഞ്ഞാല് ഇയാൾക്കിപ്പോ കാല് മേല, നടക്കാനോ ഓടാനോ ഒന്നുമില്ല. അപ്പം ആരെങ്കിലും ആക്രമിക്കാൻ വന്നാല് ഇയാൾ കൊന്നേച്ചേ പോവുള്ളൂ. അപ്പം ഫിയർ ഓഫ് ബീയിങ് അസാസിനേറ്റഡ് എന്നുള്ള ഒരു മെന്റൽ സിംറ്റം കിട്ടി. സ്പൈനൽ കോഡ് സ്ക്ലീറോസ്ഡ്, പാരലൈസിസ് ഓഫ് ലോവർ എക്സ്ട്രിമൈറ്റീസ്. ഈ കേസിൽ പ്ലംബം മെറ്റാണ് ഈ 3 ലക്ഷണങ്ങളും വരുന്നത്. അതുകൊണ്ട് പ്ലംബം മെറ്റാറ്റി 1 gram പിൽസ് കൊടുത്തു. ദിവസവും വൈകിട്ട് 3 എണ്ണം വീതം കഴിക്കാൻ പറ്റും. 1 മാസം കഴിഞ്ഞപ്പോ പുള്ളി അവര് മരുന്ന് മേടിക്കാൻ വന്നപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ ചേട്ടൻ കട്ടിലേൽ എഴുന്നേറ്റിരിക്കുന്നുണ്ട്, നടക്കാനൊന്നും തുടങ്ങിയിട്ടില്ല, എഴുന്നേറ്റിരിക്കും എന്ന് പറഞ്ഞു. വീണ്ടും 1 gram പ്ലംബം മെറ്റാറ്റി വീണ്ടും റിപ്പീറ്റ് ചെയ്തു. ഇപ്പം 1 മാസം കഴിഞ്ഞ് വന്നപ്പം ഇങ്ങേര് പതുക്കെ മുറിക്കകത്തൂടെ സ്റ്റെപ്പ് വെക്കാൻ തുടങ്ങി. 1, 2, 3 ഇങ്ങനെ വെക്കാൻ തുടങ്ങി. അടുത്ത 1 മാസം വീണ്ടും പ്ലംബം മെറ്റ, അത് തന്നെ റിപ്പീറ്റ് ചെയ്തു. അപ്പൊ പുള്ളി തിണ്ണയിലും മിറ്റത്ത് ഇറങ്ങാൻ തുടങ്ങി. ഇതിൽ 4-ാം മാസം ഈ പുള്ളിയുടെ വൈഫ് വീട്ടിൽ വന്നപ്പം അവര് വീണ്ടും കരഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ കെട്ടിയോന് സ്വന്തമായിട്ടൊന്ന് വേലയെടുത്ത് ഞാൻ സ്വന്തം കാര്യം നോക്കിയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചിരിച്ചപ്പോ അവര് വിചാരിച്ചു ഞാൻ കളിയാക്കിയതാന്ന് വിചാരിച്ചു. അപ്പൊ അവരോട് എന്തിനാ ചിരിക്കുന്നു, ഇത്രയും മേലാതെ കിടക്കുന്ന മനുഷ്യന്റെ കാര്യം പറയുമ്പോൾ ചിരിക്കുവോ വല്ലവരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അല്ല, എന്റെ കാർത്തിയാനി ആദ്യം വന്നപ്പം പറഞ്ഞു, എന്റെ കെട്ടിയോന്റെ സ്വന്തം. വീണ്ടും സാർ മ്യൂട്ടഡ് ആയിപ്പോയേ. സാർ കേക്കാവോ? കേൾക്കാം. സ്വന്തം കാര്യം നോക്കാൻ തുടങ്ങി കഴിഞ്ഞു പറയാ, ഇപ്പം
ഇനി സ്വന്തം ജീവിക്കാനുള്ള മാർഗം നോക്കണമെന്ന് പറയും. ഇതെല്ലാം നമ്മുടെ ഹോമിയോപ്പതി മരുന്ന് കറക്റ്റ് ആണെങ്കിൽ ഏത് വണ്ടേഴ്സും കാണിക്കും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ലക്ഷണങ്ങളാണ്. നമുക്കിത് ദിവസവും പഠിക്കാതെ ഒരു രക്ഷയില്ല. ഒരു മരുന്നെങ്കിലും ഒരു ദിവസം പഠിക്കാതെ കിടക്കുന്നെന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റത്തോട് ചെയ്യുന്നതും നമ്മുടെ ഫൗണ്ടറോട് ചെയ്യുന്നതും ഏറ്റവും വലിയ തെറ്റാണ്. ഞാൻ കൂടുതൽ കാര്യങ്ങൾ ഇനിയും പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. ഇനിയും വേറെ അവസരങ്ങൾ വരുമ്പം പറയാം. അവസരങ്ങളുണ്ട്. അല്ല സാറ് നീ സംസാരിക്കണം. നമുക്ക് ഇത് അടുത്ത വീണ്ടും തുടരാം. ആഴ്ചകളോളം ഇടയ്ക്കിടയ്ക്ക് വെച്ചോണ്ടിരിക്കാം. നമുക്ക് ചർച്ചകളിലേക്ക് പോകാം സാറേ. ഓക്കെ. ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഇടയ്ക്കൊരു എന്റർടൈൻമെന്റ് ആണ് സാറിന്റെ ക്ലാസ്, ഒരു എന്റർടൈൻമെന്റ് ആണ്. ഡോക്ടറെ എന്റർടൈൻമെന്റ് എനിക്ക് കേട്ടപ്പോ രണ്ട് കാര്യമാണ്. ഒന്ന് നമ്മുടെ പുനത്തിൽ കുഞ്ഞബ്ദുള്ള ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഒരു ശൈലിയുണ്ട്, വളരെ വളരെ രസകരമാണ്. പിന്നെ വേറൊരാൾ ഓർമ്മ വന്ന് വൈക്കം മുഹമ്മദ് ബഷീർ തന്നെയാണ്. ഈ രണ്ടുപേരുടെയും കൂടെ ശൈലി ചേർന്ന ഒരു വ്യക്തിത്വമാണ് കുര്യൻ ഗുരുവിനോട് സാറേ എനിക്ക് തോന്നുന്നു. വളരെ രസകരമായിട്ട് എന്നാൽ വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട ചില വാക്കുകൾ കൂടെ സാറ് പറയുകയുണ്ടായി. അന്നേരം വളരെ നല്ല പ്രസന്റേഷൻ. മാത്രമല്ല ഇതിനകത്ത് ഡാഫേൻ ഇൻഡിക്ക് അതുപോലെ സ്റ്റാഫിസാക്കിയ ഓരോന്നും ഓരോ മെഡിസിനാണ് പോയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ ഫേവറസ് അല്ല, സാറ് വളരെ ആഴത്തിൽ ഒരു ഇൻഡിവിജ്വലൈസേഷനിലേക്ക് തന്നെ പോയിട്ടാണ് മരുന്ന് കൊടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ആദ്യ ദൂരത്തെ അർജുനൻ സാറിന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് അക്കോമഡേറ്റ് കൊടുത്തു എന്ന് പറയുമ്പോൾ തന്നെ സാറിലെ പ്രതിഭയുടെ മിന്നലായിട്ട് നമ്മളിവിടെ കാണുകയുണ്ടായി. നമുക്ക് ചർച്ചകളിലേക്ക് പോകാം. ഭദ്രൻ സാറ് ഭദ്രൻ സാർ സംസാരിച്ചോളൂ. താങ്ക് യു ഡോക്ടർ മനോജ്. എനിക്ക് കുര്യൻകുള ഡോക്ടർ, ഞാനവിടെ കേളകത്ത് അടക്കത്തോട് കണ്ണൂര് ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് ഞാൻ അവിടെ ആയിരുന്നു. ഞാൻ അങ്ങോട്ട് അവിടെ നിന്ന് മാറിയതിനു ശേഷം വന്ന് ജോയിൻ ചെയ്ത ഡോക്ടറാണ് ഡോക്ടർ കുര്യൻകുള. ഞാൻ നേരിൽ കണ്ടിട്ടില്ല, ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇതിൽ കൂടെയാണ് നമ്മൾ നേരിൽ കാണുന്നത്. IFPH കൂടെയാണ് നമ്മൾ നേരിൽ കാണുന്നത്. എനിക്ക് ആളിനെ നന്നായിട്ട് അറിയാം, എന്നെ അറിയാം. അപ്പൊ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. വളരെ കാര്യം നല്ലൊരു ശൈലിയാണ്, നാടൻ ശൈലിയിലുള്ള പ്രസന്റേഷനാണ്. ഓരോന്നിന്റെയും നമുക്ക് ഒരു ഡ്രഗിന്റെ ഇൻഡിവിജ്വാലിറ്റിയുടെ തെളിയിക്കുന്ന രീതിയിലുള്ള കേസ് പ്രസന്റേഷൻ ആയിരുന്നു. അത് വളരെ നന്നായിട്ടുണ്ട്. മേലിലും ഇത്തരം ക്ലാസ്സുകൾ ഉണ്ടാകണമെന്നുള്ള അഭിപ്രായമുണ്ട്. ഇത്തരം എക്സ്പ്ലനേഷൻസ് കൊണ്ട് നമുക്ക് ഓരോരുത്തരുടെ മനസ്സിൽ കയറി കൂടാൻ പറ്റും. അത് മാത്രമല്ല, ആ ഒരു കേസ് നെറേറ്റ് ചെയ്യുമ്പോൾ അത് നമുക്ക് ആ നാടൻ ശൈലിയുള്ള പ്രസന്റേഷൻ ആയതുകൊണ്ട് അത് നന്നായിട്ട് ഓർത്തിരിക്കും. വളരെ നന്നായിരുന്നു. കുര്യൻകുള ഡോക്ടർക്ക് പ്രത്യേകിച്ച് അഭിനന്ദനങ്ങൾ. താങ്ക് യു ഡോക്ടർ. ഇനി അടുത്ത പരീത് ബാവക്കൻ സാർ. ഗുഡ് ഈവനിങ് ഗുരുവിൻ സാർ. ഗുഡ് ഈവനിങ്. ഞാൻ രണ്ട് കാരണം കൊണ്ടാണ് ഇപ്പൊ കയറുന്നത്. എൻ്റെ ഡിസ്ട്രിക്ട് കോട്ടയമാണ്. കോട്ടയത്താണ് കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷെ അന്നൊന്നും ഈ ഡോക്ടറെ പരിചയപ്പെടാൻ പറ്റിയില്ല എന്നുള്ള ഒരു സങ്കടം എനിക്കുണ്ടായി. എന്നാൽ പോലും എന്തൊരു രസമായൊരു പ്രസൻറ്റേഷനാണ്. നമുക്കൊരു പിന്നെ വേറെ ഒരു ബോർഡോ ഒന്നും ഇല്ലാതെ, എന്നാൽ യാതൊരു ബോറിങ്ങും ഇല്ലാതെ ഒരു സിനിമ കാണുന്ന പോലെയുള്ള ഒരു ഒരു ആംബിയൻസ് ആയിരുന്നു ശരിക്കും. വളരെ കാര്യങ്ങൾ ഹൃദയത്തിൽ തട്ടുകയും ചെയ്തു. എന്നാൽ അത് വളരെ രസമായിട്ട്, ഇങ്ങനെ രസമായിട്ട് പറയുന്ന ആൾക്കാർ നമ്മുടെ ഇടയിൽ വളരെ കുറവാണ് എന്നുള്ള കാര്യം. പക്ഷെ ഇനിയും ക്ലാസ്സുകൾ വേണം. ഞാനിനി ശരിക്കും പറഞ്ഞു ഗുരുവിള സാറിനെ നേരിട്ട് കണ്ട് പരിചയപ്പെടാൻ ആഗ്രഹമുണ്ട്. ഞാൻ ഇരാറ്റുപേട്ടക്കാരനാണ്. ഈ കാഞ്ഞിരപ്പള്ളിയുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് വളരെ ആളിനെയൊക്കെ ഏതാണ്ട് പിടി കിട്ടി ആരാണ് എന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് വളരെ ഹൃദയത്തിൽ തട്ടി എന്ന് തന്നെ പറയാം. വളരെ നന്നായിരുന്നു. ഇത് നമുക്ക് മനോജ് ഡോക്ടറും ഡോക്ടറും ഒക്കെ നമ്മൾ ഗുരുവിള സാറിനെ ഇനിയും 1-2 കാര്യങ്ങളെങ്കിലും മിനിമം വേണ്ടി വരും. അതായത് നമ്മൾ ഒരിക്കലും മറക്കത്തില്ല ഈ കേസുകൾ എന്നുള്ള കാര്യമാണ്. ഞാനൊരു ഡോക്ടർ അല്ലെങ്കിൽ പോലും ഈ കേസിൻ്റെ പിന്നെ മെഡിസിൻ്റെ പേരൊന്നും ഓർക്കുന്നില്ലെങ്കിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറക്കാൻ പറ്റത്തില്ല. ആ രീതിയിലായിരുന്നു പ്രസൻറ്റേഷൻ. മറ്റു പലതും നമുക്ക് പലതും മറന്നു പോകും, ഇത് മറക്കത്തില്ല. അതുകൊണ്ട് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. ഇത് സാറിന് ഹോമിയോ ഡോക്ടർ ഹാനിമാൻ നമ്മുടെ ഫാദർ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞിരുന്നാൽ ഇറ്റ് ഈസ് എൻ ആർട്ട് ഓഫ് ഹീലിംഗ്. ഹോമിയോപ്പതി എന്ന് പറയുന്ന ഒരു ആർട്ട് ഓഫ് ഹീലിംഗ് ആണ്. എല്ലാത്തിലും ഒരു ആർട്ടുണ്ട്. അത് വെറും ഒരു മെഡിക്കൽ മേഖല മാത്രമല്ല, സർവ്വതോന്മുഖമായ ഒരു ശൈലി ഓരോ ഡോക്ടേഴ്സും കൈവരിക്കണം എന്നുള്ളതാണ്
ഹാനിമാൻ പറയുന്നത്. കാരണം ആ രീതിയിൽ ആർട്ടിസ്റ്റായിട്ട് കേസ് എടുക്കുന്ന കാര്യമായിരുന്നാലും ഓരോരുത്തരെ ഒബ്സർവ് ചെയ്യുന്ന കാര്യമായിരുന്നാലും മനുഷ്യനെന്ന് പറയുന്നത് തന്നെ ഒരു അത്ഭുത പ്രതിഭാസമല്ലേ. ആ പ്രതിഭാസത്തിനെ കൈകാര്യം ചെയ്യുമ്പോഴും ആ രീതിയിലുള്ള ഒരു മൈൻഡ് വേണം. ഇനി അടുത്ത ആർട്ട് മാത്രം പോരാ, സ്കില്ലൂടെ വേണം. ആർട്ട് ആൻഡ് സ്കിൽ ചേർന്നുള്ളതാണ്. അതാണ് വാട്ട് ഈസ് ഗുരുള സാർ എന്ന് പറഞ്ഞ ഡോക്ടർ പറയുന്നത് ഇതാണ്, ആർട്ട് ആൻഡ് സ്കിൽ. ഇത് രണ്ടും ഉണ്ട്. ആ പ്രസന്റേഷനും ഇത് തന്നെ ഉണ്ട്, ആർട്സ് ആൻഡ് സ്കില്ലുണ്ട്. ഇത് രണ്ടുമ്പോഴാണ് നമ്മൾ കൂടുതൽ മനസ്സിലാകുന്നത്. വെരി വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മുടെ ഈ കോഹിനൂർ രത്നത്തെ കുറിച്ച് പറയല്ല, നാൾക്കുനാൾ നിറം വെച്ചു. ഇത് പഴകുന്നോറും നിറം വെക്കുന്ന ഒരു രത്നങ്ങളാണ് ഹോമിയോപ്പതി ഉള്ളതെന്ന് വ്യക്തമാണ്. നമുക്കറിയാം, സാറിന് പഠിക്കുന്ന 72-74 വയസ്സ് വരും. ഈ ഒരു 74 ഇയേഴ്സിലുള്ള ഒരു പറയുന്ന വളരെ എല്ലാം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു മോഡേൺ മെഡിസിനിലെ ഡോക്ടർ, അലോപ്പതി മെഡിസിൻ ഡോക്ടർ എത്ര പേർക്ക് ഇപ്പൊ അഡ്രസ് ഉണ്ടാവും? നമ്മൾ ആലോചിച്ച് നോക്കുക. നേരെ മറിച്ച് ആയുർവേദവും നിയമവും ഹോമിയോപ്പതി, ഈ 3 പേരാണെങ്കിൽ തോന്നുന്നു പ്രായം കൂടുന്ന വരുമാനം കൂടുതൽ. സിനിമാക്കാർക്കും അലോപ്പതി ഡോക്ടർമാർ തിരിച്ചാണ്. ചെറുപ്പത്തിൽ ഒരു ഗ്ലാമർ കാണും, വയസ്സാകുമ്പോൾ ആർക്കും വേണ്ട. ശരിയാണ്, ശരിയാണ്. അത് സാർ എന്ന് പറയുന്നു. ശരിയാണ്, ഐ എഗ്രി, 100% എഗ്രി. അടുത്ത ആരെങ്കിലും ഹാൻഡ് റൈസ് ചെയ്യുന്നുണ്ടോ? ചർച്ചയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ദയവായി ഹാൻഡ് റൈസ് ചെയ്യുക. ഹാൻഡ് റൈസ് ചെയ്യുക. ദേവൻ ഡോക്ടർ ഉണ്ട്, നമ്മുടെ ദേവരായ ഡോക്ടർ. സംസാരിക്കും ഡോക്ടർ, ദേവരായ ഡോക്ടർ. ഒട്ടും പുറകെ അല്ല, ദേവരായ ഡോക്ടർ സംസാരിക്കാം. കേൾക്കാമല്ലോ അല്ലെ? ആ, തീർച്ചയായും. ഈ കൊറോണ ചില സൗഭാഗ്യങ്ങളും കൂടി തരാറുണ്ടെന്ന്. ഈ അപകടങ്ങൾ എപ്പോഴും നമ്മൾക്ക് ദോഷം മാത്രം ചെയ്യുന്നതല്ല. അല്ലെങ്കിൽ ഈ അപകടം ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഈ ഇദ്ദേഹത്തെ നമ്മൾ കാണുക, എല്ലാരും കാണുമായിരിക്കും, പക്ഷെ നമ്മൾ കാണാനൊരു അവസരം തരുന്നത്. അതുകൊണ്ട് കൊറോണയ്ക്കും ഇങ്ങനെ ചില സൗഭാഗ്യങ്ങളുണ്ട് എന്ന് വളരെ നന്നായിട്ട് ക്ലാസ് എടുത്ത്. പിന്നെ കൂടുതൽ എന്താ പറയാനാ, വളരെ നന്നായിരുന്നു. ഇനിയും ക്ലാസ്സുകൾ എടുക്കുക, അനുഭവങ്ങൾ പങ്കുവെക്കുക. അനുഭവങ്ങളാണ് മെഡിസിൻ ഓഫ് എക്സ്പീരിയൻസ് എന്നാണ് ഹാനിമാൻ ആദ്യം അദ്ദേഹത്തിന്റെ പ്രബന്ധത്തിന് കൊടുത്ത പേര്. അനുഭവങ്ങളെ തള്ളിക്കറയാൻ തുടങ്ങിയപ്പോഴാണ് ഹോമിയോപ്പതി പുറകോട്ട് പോയത്. അനുഭവങ്ങൾ മുന്നോട്ട് വെക്കുക. നമ്മുടെ ഡോക്ടർ MKS പിള്ള സംസാരിക്കുന്നില്ല, ഈ രംഗത്തുണ്ട്. ഒന്ന് സംസാരിച്ചാൽ കൊള്ളായിരുന്നു. ഒന്ന് പരിചയപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഡോക്ടർ ഒന്ന് സാറ് സംസാരിക്കുവോ? സാറ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പൊ അടുത്ത കാലത്താണ് സാറ് കയറിയിട്ടുള്ളത്. സാറൊന്ന് സംസാരിച്ചാൽ വന്നിട്ടുണ്ട്, അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ റെസ്പോണ്ട് ചെയ്തില്ല. നമ്മുടെ ദേവൻ ഡോക്ടർ പറഞ്ഞ അനുഭവങ്ങൾ പാളിച്ചകളായി മാറുന്ന കാഴ്ചയാണ് പിന്നീട് കാലം കഴിഞ്ഞപ്പോഴത്തേക്ക്. അതിലൊരു സിനിമയില് അനുഭവങ്ങൾ പാച്ചാളികളെന്ന് പറഞ്ഞിട്ട് പലപ്പോഴും ഹോമിയോപ്പതി ജനങ്ങളിലേക്ക് അടുപ്പിക്കുന്ന ഈ പറഞ്ഞ സാധാരണക്കാരുടെ ഭാഷയുണ്ട്. അത് തന്നെയാണ് തീർച്ചയായിട്ടും ഹോമിയോപ്പതിക്ക് ഈ അടുപ്പിക്കുന്നതും. എന്നാൽ ചിലർക്കെങ്കിലും ഒരു അത്ര പോരാൻ തോന്നുന്നതിന്റെ കാരണം ഒന്ന് തന്നെയാണ്. അതിന് സാറ് ഒന്നുകൂടെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സാറ് സംസാരിച്ചോളൂ. സാർ MKS പിള്ള എന്ന് പറഞ്ഞ ശ്രീരംപിള്ള ഡോക്ടറാണോ എന്നുള്ള ഞാൻ സംശയിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കണ്ണൂർ എന്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഞാൻ ഈ കണ്ണൂർ അടയ്ക്കാത്തോടെ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ സാർ ശ്രീരംപിള്ള ഡോക്ടർ വീട്ടിൽ കയറിയാണ്. ചിലപ്പോൾ ഒരു ദിവസം തങ്ങിയിട്ട് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചാൽ അത്രയും വലിയ അടുപ്പമുള്ള ഡോക്ടറാണ്. അദ്ദേഹത്തിന് ഇപ്പോഴും കുറച്ച് പ്രായത്തിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് ചിലപ്പോൾ ഉണ്ടാവുമോന്ന് സംശയമുണ്ട്. കാണുന്നില്ലല്ലോ, ഇതിനകത്തില്ല. അടുത്ത സുഹൃത്താണ് നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിലെല്ലാം മുൻനിരയിലുണ്ടായിരുന്ന കക്ഷിയാണ്. അല്ല, എനിക്ക് വളരെ കൂടുതൽ നന്ദിയും കടപ്പാടുള്ള ഒരു ഡോക്ടറാണ്. കാണുന്നില്ല സാർ, അദ്ദേഹത്തെ കാണുന്നില്ല. ഈ ലിസ്റ്റിനകത്ത് ഇപ്പൊ ഇല്ല. മറിയം ജോർജ് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. മറിയം ജോർജ്. ഇനി സുരേഷ് ഡോക്ടർ സുരേഷ് സംസാരിക്കാം. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. സാർ നമസ്കാരം. സാർ അങ്ങയോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം. ഒരു ചോദ്യം, അങ്ങയുടെ ഈ എക്സ്പീരിയൻസില് ഈ മൈൻഡിന് അങ്ങ് എത്രമാത്രം പ്രാധാന്യം നമ്മുടെ പ്രിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടെന്നുള്ളതെന്ന് പറഞ്ഞാൽ നല്ലതായിരുന്നു. അതായത് മൈൻഡ് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അക്യൂട്ട് കേസുകളിലാണെങ്കിലും ക്രോണിക് കേസുകളിലാണെങ്കിലും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ടോ? ഫിസിക്കൽ
ഫിസിക്കൽ കണ്ടീഷനേക്കാൾ കൂടുതൽ. സാറിന് എന്റെ ചോദ്യം ഏകദേശം മനസ്സിലായോ ഞാൻ പറഞ്ഞ? എന്നോടാണ് ചോദിച്ചത്? അതെ 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 സാറിനോട്, ഗുരുജൻ സാറിനോട് തന്നെ ചോദിച്ചത്. മൈൻഡിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. എൻ്റെ അടുത്ത് മരുന്ന് മേടിക്കാൻ വന്ന ഒരു ഗവൺമെന്റ് ഓഫീസിലെ സ്റ്റാഫാണ്. അദ്ദേഹത്തിന്റെ ഒരു കൈയുടെ ഒരു വശം മാത്രമേ വിയർക്കുന്നുള്ളൂ. ഒരു കൈയുടെ ഒരു വശം, അതായത് എൽബോ തൊട്ട് റിസ്റ്റ് വരെയുള്ള ഭാഗങ്ങൾ മാത്രമേ വിയർക്കത്തുള്ളൂ. ബാക്കി ശരീരത്തിന്റെ ഒരു ഭാഗവും വിയർക്കത്തില്ല. ഇതിനു വേണ്ടിയിട്ട് ഈ പുള്ളി പല ഡോക്ടർമാരുടെ അടുത്തും പോയി, ഒരു രക്ഷയില്ല, കുറയത്തില്ല. ഈ കേസ് എൻ്റെ അടുത്ത് വന്ന് ഞാൻ നോക്കിയിട്ട് ഇങ്ങനെ ഒരു കേസ് ഞാൻ ഒരിടത്തും പഠിച്ചിട്ടില്ല. ഒരു കൈയുടെ എൽബോ തൊട്ട് ഒരു വശം മാത്രം, ആ കൈയുടെ മൊത്തം ഇല്ല, ഒരു സൈഡ് മാത്രം, അത് ലാറ്ററൽ സൈഡാണ് വിയർക്കുന്നത്. അപ്പോ അതിനൊരു മരുന്ന് കണ്ടുപിടിക്കാൻ ഇച്ചിരി പ്രയാസമായതുകൊണ്ട് ഞാൻ വീണ്ടും ഈ കേസ് ഒന്നുകൂടെ അനലൈസ് ചെയ്യാൻ തുടങ്ങിയപ്പം ഞാൻ ഓഫീസിലേക്ക് പതുക്കനെ പോയി. ഇയാളുടെ ഫാമിലി ഉണ്ട്, വൈഫുണ്ട്, 2 പിള്ളേരുണ്ട്. പക്ഷെ ഇയാൾ മരുന്ന് മേടിക്കാൻ വന്നിരിക്കുന്ന ഒറ്റയ്ക്കാണ്. അപ്പൊ ഞാൻ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചോദിച്ചതിന് ശേഷം ഓഫീസിലെ കാര്യം തിരക്കാൻ തുടങ്ങിയപ്പോൾ ഈ പുള്ളിയുടെ മുഖത്ത് വന്ന എക്സ്പ്രഷൻസ് ഞാൻ നോട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പം എനിക്ക് മനസ്സിലായി എവിടെയാണ് ഇതിന്റെ കൾപ്രിറ്റ് ഇരിക്കുന്നത് എന്നുള്ളത് മനസ്സിലായി. പക്ഷെ ഫർദർ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചില്ല. അന്ന് എന്തോ മെഡിസിൻ കൊടുത്തു വിട്ടു. 15 ദിവസത്തെ കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. 15 ദിവസം കഴിഞ്ഞ് വന്നപ്പം വീണ്ടും ഓഫീസിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് ഞാൻ നിൽക്കുക. പുള്ളിക്ക് അത് കേൾക്കുന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ട്, എന്തോ മാനസികമായിട്ടുള്ള വിഷമം. അപ്പൊ ഓഫീസിന്റെ കാര്യം ചോദിക്കുന്നത് പുള്ളിക്ക് താല്പര്യമില്ല എന്ന് മനസ്സിലായി. വീണ്ടും എന്തൊക്കെയോ പ്ലാസിബോ കൊടുത്തു വിട്ടു. 10 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. 10 ദിവസം കഴിഞ്ഞ് വന്നപ്പം വീണ്ടും ഓഫീസ് തന്നെ ഇട്ടു. അതിനുശേഷം ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ. നിങ്ങളുടെ ടേബിളിന്റെ ഇടത്ത് കൈയാണ് ഇയാൾക്ക് വിയർക്കുന്നത്, അതുകൊണ്ട് നിങ്ങളുടെ ടേബിളിന്റെ ഇടത്ത് വശത്തെ ടേബിളിൽ ഇരിക്കുന്നത് പുരുഷനോ സ്ത്രീയോ? ഇത്രയുള്ള ചോദ്യം. പെട്ടെന്ന് ഇയാളുടെ സകല പവറും പോയി. അയാൾ പറഞ്ഞു സ്ത്രീ. ഇനി കാര്യങ്ങൾ പറഞ്ഞോളാൻ പറഞ്ഞു. വേഗം പറയുക എന്ന് പറഞ്ഞു. ഒരു സിനിമ കാണുന്ന പോലെ വ്യക്തമായിട്ട് അയാൾ കാര്യങ്ങൾ പറഞ്ഞു. ഈ ഇരിക്കുന്ന സ്ത്രീയുമായിട്ട് ഇയാൾക്ക് ലോഹ്യമുണ്ട്. അവര് ഇടയ്ക്കിടയ്ക്ക് ഫയല് ഇയാളുടെ അടുത്ത് കാണിക്കാൻ നിൽക്കുന്നത് ഇടത്ത് വശത്ത്, ഇയാളുടെ ഇടത്ത് വശത്ത് ഇടത്ത് കയ്യേൽ ടച്ച് ചെയ്താണ് നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മെഡിസിൻ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. എന്നാൽ ആ സിംറ്റം മാത്രം നോക്കി നമ്മൾ മരുന്ന് കൊടുത്താൽ ജീവിതത്തിൽ കുറയാൻ പോകുന്നു. ഞാൻ ഒന്ന് പറഞ്ഞത്, നിങ്ങളുടെ ടേബിൾ ആ സൈഡിൽ നിന്ന് മാറ്റി അവരുടെ ഇടത്ത് വശത്ത് കൊണ്ടുവരണം. അപ്പം അവരുടെ വലത്ത് വശത്താണ് ടേബിൾ, ആ ടേബിൾ മാറ്റി ഇടത്ത് വശത്ത് കൊണ്ടുവരിക, അവരുടെ ഇടത്ത് വശത്ത് കൊണ്ടുവരിക. എന്നിട്ട് ഒരു 10 ദിവസം കഴിഞ്ഞ് എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു. 10 ദിവസം കഴിഞ്ഞപ്പോൾ വിയർപ്പ് പോയി. ഇത് അയാളുടെ മെന്റൽ സിംറ്റംസിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത ഒരു കംപ്ലൈന്റ് ആണ്. അതിനാ സർക്കംസ്റ്റാൻസ് മാറ്റുക. അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ അവന്റെ മനസ്സിലേക്ക് ഇടിച്ചു കയറണം. ഇടിച്ചു കയറിയാലേ ഇത് പറയത്തുള്ളൂ. അല്ലെങ്കിൽ ഒരാളും ഈ വിവരങ്ങൾ പറയത്തില്ല. നമ്മുടെ സ്കിൻ കംപ്ലൈൻറ്റ്സ് എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. അതുകൊണ്ട് സൈക്കോളജിക്കൽ ആയിട്ട് അല്ലെങ്കിൽ മെന്റൽ ആയിട്ടുള്ള സിംറ്റംസിന് നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം. സാറ് അങ്ങനെ ഒരു പോയിന്റിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു കാരണം ഒന്ന് പറയാൻ പറ്റുമോ? അത് അദ്ദേഹത്തിന്റെ ഇത് വളരെ അൺകോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരാളുടെ കൈയുടെ ഇടത്ത് വശത്തെ ലാറ്ററൽ സർഫസ് മാത്രം വിയർക്കാന്ന് പറഞ്ഞാൽ അതെങ്ങനെ സാധിക്കും? കൈയുടെ വെള്ള വിയർക്കുന്നവരുണ്ട്, കാലിന്റെ വെള്ള വിയർക്കുന്നവരുണ്ട്, പത്തി വിയർക്കുന്നവരുണ്ട്, തല മാത്രം വിയർക്കുന്നവരുണ്ട്, നെറ്റി മാത്രം വിയർക്കുന്നവരുണ്ട്. ഇതിലെല്ലാം നമ്മുടെ ഹോമിയോപ്പതി മരുന്ന് ഇതിനെല്ലാം സെപ്പറേറ്റ് ആയിട്ടില്ലേ. ഓൾ ബോഡി വിയർക്കുന്നതുകൊണ്ട്, കവർ ചെയ്യുമ്പോൾ വിയർക്കുന്നുണ്ട്, കവർ ചെയ്യാത്തവ വിയർക്കുന്നുണ്ട്. ഇതെല്ലാം സംഭവിക്കുന്ന. പക്ഷേ ഈ ഒരു സിംറ്റം ഓരോ മെഡിസിനകത്തും കണ്ടുപിടിക്കാൻ പറ്റിയത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മെന്റൽ സിംറ്റത്തിലേക്ക് കടന്നു പോകുന്നത്.
ഗണേഷ് റാം നിങ്ങളൊക്കെ സോറ, സിഫിലിസ്, സൈക്കോസിസ്, സോറിക് മയാസത്തിനെ പറ്റിയൊക്കെ പഠിച്ചപ്പം എത്ര നീറ്റായിട്ട് ആ കാര്യങ്ങൾ പോകുന്നത്, എത്ര വിശാലമാണ് ഈ സബ്ജക്റ്റുകൾ എന്ന് നമ്മളൊന്ന് ആലോചിച്ച് ഒരു മനുഷ്യന്റെ ആയുസിലൊന്നും ഇത് പഠിച്ചു തീരാൻ പറ്റിയത്. അത്രയ്ക്ക് വിശാലമാണ് ഹോമിയോപ്പതി സബ്ജക്ട് എന്ന് പറയുന്നത്. അതെ, തീർച്ചയായും. ആക്ച്വലി സാറ് ആ കേസില് മെഡിസിനിലല്ല ശരിക്കും അത് മാറ്റി, ആ കോഴ്സ് എന്താണോ അത് മാറ്റി അല്ലേ? അതെ അതെ. മോസ്റ്റ് പ്രോബബിൾ എക്സൈറ്റിംഗ് കോസ്. അടുത്ത ഗണേഷ് റാം ഹാൻഡ് റൈസ് ചെയ്ത് സംസാരിച്ചോളൂ. പറഞ്ഞോളൂ. വീണ്ടും മ്യൂട്ട് ആയല്ലോ സാറേ. ഗണേഷ് സാറ് അൺമ്യൂട്ട് സംസാരിക്കാമോ? വീണ്ടും മ്യൂട്ട് ആയല്ലോ. കേൾക്കാമോ? കേൾക്കാം. വളരെ സന്തോഷം. വളരെ മനോഹരമായ ഒരു ചോദ്യവും മനോഹരമായ ഒരു മറുപടിയുമാണ് ഇപ്പൊ ഞാൻ കേട്ടത്. വളരെ സന്തോഷമുണ്ട്. ഹോമിയോപ്പതിക്ക് ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചിരുന്നു, ഞാൻ ഡോക്ടർ അല്ലെങ്കിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു, അത് രോഗികളുടെ മാനസികമായ നിലവാരത്തിലൂടെയാണ് മിക്ക ഡോക്ടർമാർ സഞ്ചരിക്കുന്നത്. അതിൻ്റെ ഒരു തെളിവാണ് അത്. എനിക്ക് നേരത്തെ അത് ബോധ്യപ്പെട്ടതാണ്. അപ്പോൾ അത് വളരെ ഹൃദയസ്പർശമായ ഒരു അനുഭവമാണ് ഡോക്ടർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആവാം എനിക്ക് തോന്നുന്നു ഈ ഡോക്ടറാണ് ഏതോ ഒരു സ്ഥലത്ത് ജോലി ചെയ്തപ്പോൾ തുടർച്ചയായ 10 വർഷവും അവിടെ ജോലി ചെയ്ത ഡോക്ടറാണ്. സമരം നടത്തി ആ ഡോക്ടറെ, കുര്യൻ ഡോക്ടറെ അവിടെ തന്നെ നിലനിർത്താനുള്ള ഒരു ശ്രമം കേട്ടതായിട്ട് ഞാൻ ഓർക്കുന്നു. അതുപോലെ ഒരു അമിതമായ വിശപ്പുള്ള ഒരാളുടെ ഒരു ദിവസം പിന്നെ വഴി വെച്ച് കണ്ട് ആ മനുഷ്യനെ അവരോട് സംസാരിക്കാനും കഴിഞ്ഞതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും വളരെ നല്ല ഒരു ക്ലാസ് ആയിരുന്നു. ഇതിപ്പോൾ ഈ അനുഭവങ്ങൾ പറയുന്നത് ഞായറാഴ്ചയാണ് സാധാരണ അനുഭവങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ വരുന്നത്. അതുകൊണ്ട് നാളെയാണ് ഈ അനുഭവങ്ങളൊക്കെ ഞാൻ കേൾക്കാൻ തയ്യാറ്. പക്ഷേ ഇന്ന് തിരക്കുണ്ടെങ്കിലും തന്നെ ഈ അനുഭവങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് വന്നത്. വളരെ സന്തോഷം. വളരെ അനുഭവ സമ്പത്തുള്ള ഈ ഡോക്ടറുടെ ക്ലാസ് കേട്ടതിൽ സന്തോഷമുണ്ട്. വളരെ സന്തോഷം. അടുത്ത ശോഭന രാമവർമ്മ സംസാരിച്ചു. കുരുവിള സാർ, ഈവനിങ്. ഗുഡ് ഈവനിങ്. സാറിന്റെ ക്ലാസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. സാറിന്റെ ക്ലാസ് ഉണ്ടെങ്കിൽ മിസ് ചെയ്യാതിരിക്കാൻ കഴിയുന്നതും ശ്രമിക്കാറുണ്ട്. ആൻഡ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസുകളാണ്. സാർ ഇപ്പൊ പറഞ്ഞ ആ ഒരു ആംഗിളിൽ ചിന്തിക്കാൻ സാധിക്കണം. എങ്ങനെയാന്ന് വെച്ചാൽ അത് സാധിക്കണം, തോന്നണം എന്നേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ എല്ലാവർക്കും തോന്നാറില്ല. ആൻഡ് സാർ ഇപ്പോ അവരോട് സൈഡ് മാറ്റാൻ പറഞ്ഞു, ടേബിള് സൈഡ് മാറ്റിയപ്പോ റൈറ്റ് ഹാൻഡിൽ വേർപ്പ് തുടങ്ങിയോ എന്ന ഒരു സംശയം. കാരണം അയാൾക്ക് മനസ്സിലായി അയാളുടെ ഉള്ളിലെ തെറ്റെന്താന്നുള്ളത് അയാൾക്ക് മനസ്സിലായി. കാരണം അയാളുടെ ഫാമിലിയോട് അയാൾ ചെയ്യുന്ന തെറ്റിന്റെ ആ വലിയ ഒരു മാനസിക വിഭ്രാന്തിയാണ് ഈ ഒരു പർട്ടിക്കുലർ ലോക്കൽ ഏരിയ മാത്രം വേർക്കുന്നത്. ആ തെറ്റായിക്ക് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ വേർപ്പ് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നു. അതിനകത്ത് ഒരു ചെറിയ പരിപാടി മാത്രമേ ചെയ്തുള്ളൂ. ഈ മേശ മാറ്റി ഇടുക എന്ന് പറയുന്ന പ്രക്രിയ വന്നു കഴിഞ്ഞപ്പോഴേ അയാളുടെ ഉള്ളിൽ അത് തട്ടി. കൊണ്ടല്ല വേർപ്പ് പോയത്, പക്ഷെ അയാൾ ചെയ്യുന്ന തെറ്റെന്താന്നുള്ളത് അയാൾക്ക് മനസ്സിലായി. ഞാൻ ഒരു ചെറിയൊരു അനുഭവം, എൻ്റെ ഒരു ചെറിയൊരു അനുഭവം പങ്കുവയ്ക്കാനായിട്ട് ഇഷ്ടപ്പെടുകയാണ്. ഒരിക്കലും ഭാര്യയും ഭർത്താവും വന്നിരുന്നു. അപ്പൊ ഇയാൾ വളരെ ദുഃഖിതനാണ്. ഭാര്യയും ഭർത്താവും ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നി എന്തോ ഒരു സംതിങ് പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു. അടുത്ത ദിവസം ഞാൻ പറഞ്ഞു നിങ്ങൾ ഒറ്റയ്ക്ക് വരാൻ പറഞ്ഞു. ഒറ്റയ്ക്ക് വന്നിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം ലോകത്തിലെ ആർക്കും അറിയത്തില്ല. നിങ്ങൾ മാത്രം അറിയുന്ന ഒരു പ്രശ്നം. നിങ്ങളുടെ ഭാര്യയ്ക്കോ ഈ ലോകത്ത് ഒരു മനുഷ്യനും അറിയാത്ത എന്തോ ഒരു രഹസ്യം നിങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ട്, അതെൻ്റെ അടുത്ത് പറയണമെന്ന് പറഞ്ഞു. അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, പെട്ടെന്ന് അയാൾ അന്തം വിട്ടുപോയി. ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേറെ ആർക്കും അറിയത്തില്ല, നിങ്ങൾ മാത്രം കീപ്പ് ചെയ്യുന്നു. അയാൾ പറഞ്ഞു സാറേ ഞാനൊരു 4 ലക്ഷം 6 ലക്ഷം രൂപ ഒരാളിന് കടം കൊടുത്തു. ആർക്കും അറിയില്ല. ഞാൻ ഗൾഫിൽ പോയി കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാണ്. കടം കൊടുത്ത ഒരു വലിയൊരാളാണ്, എന്ന് വെച്ചാൽ വലിയൊരു ഉദ്യോഗസ്ഥനാണ്, വലിയ ധനികനാണ്. അയാൾ പ്ലെയിനിലൊക്കെയാണ് സഞ്ചരിക്കുന്നത്. ആ മനുഷ്യന് ഞാൻ കടം കൊടുത്തു, പലിശയ്ക്കായിരിക്കാം ഒരു പക്ഷേ. ആ മനുഷ്യൻ കയറി സൂയിസൈഡ് ചെയ്തു. അപ്പോൾ പൈസ പോയി, ഇതാർക്കും അറിയത്തില്ല. അപ്പൊ വീട്ടിലും പറയാൻ പറ്റത്തില്ല, കാരണം അത്രയും കഷ്ടപ്പെട്ട് ഇത് ചെയ്താണ്. അപ്പൊ അയാൾ ദുഃഖിതനാണ്, അയാളുടെ മുഖം ഭയങ്കര ദുഃഖിതനാണ്. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നപ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെ മക്കളെയൊക്കെ കൊണ്ട് നിങ്ങൾ വെളിയിലൊക്കെ പോകണം. ഞാൻ കുറച്ച് പറഞ്ഞു ഏതായിരുന്നാലും ആ പൈസ കിട്ടത്തില്ല. ആ പൈസ അയാളുടെ കയ്യിൽ നിന്നും പോയി കഴിഞ്ഞു, അയാളും പോയി കഴിഞ്ഞു. ഈ ലോകത്തിൽ
ഇനി ആ പൈസ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇനി നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എന്താണെന്ന് ചോദിച്ചപ്പോൾ അയാൾ സമ്പത്തൊക്കെ ഉള്ള ആളാണ്, 4-5 ഏക്കർ സ്ഥലവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഞാൻ പറയും ഇനി നിങ്ങളെ മക്കളെയൊക്കെ ഒന്ന് ദിവസവും ഒക്കെ വല്ലപ്പോഴും ഒക്കെ കൊണ്ടുപോയി വെളിയിലൊക്കെ കൊണ്ടുപോയി ഒന്ന് കറക്കി എല്ലാവർക്കും ഒക്കെ സന്തോഷമായിട്ടൊക്കെ ഇരിക്കാന്നൊക്കെ പറഞ്ഞ് കുറേ ഞാൻ ഈ രീതിയിൽ കൗൺസിലിംഗ് ഒക്കെ നടത്തി തീർന്നതിന് ശേഷം അടുത്ത പ്രാവശ്യം അയാൾ വരുമ്പോൾ കാണാം പാട്ടൊക്കെ പാടി ഇങ്ങനെ ആസ്വദിച്ച് അയാൾ വരികയായിരുന്നു. ഞാനിത് പറഞ്ഞെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മെഡിസിനും ഒക്കെ കൊടുത്തായിരുന്നു. ഞാൻ ഒരു വിസിലൊക്കെ അടിച്ചൊരു പാട്ടൊക്കെ പാടിയായിരുന്നു അയാൾ പിന്നീട് വന്ന്. പിന്നെ അയാളുടെ ബിസിനസ്സിലെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് തുടങ്ങി. എല്ലാം അങ്ങനെ കുറച്ച് കൗൺസിലിംഗ്. അപ്പൊ ഇത് ചില കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും അവർ പറയത്തില്ല, നമ്മൾ ഇട്ടെടുത്താലേ പറ്റുള്ളൂ, ചുരണ്ടിയാലേ വരത്തുള്ളൂ. അത് വ്യക്തമായിട്ട് നമ്മൾ ആ ടാർഗറ്റ് ചെയ്ത് ചുരണ്ടി തീർന്നാൽ അവർ ആ രഹസ്യം വെളിയിൽ പറയും. അപ്പൊ അത് നമ്മളുമായിട്ടുള്ള ആ ഒരു ഇരിപ്പ് വശം നല്ല രീതിയിലാകാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രമിക്കണം. ആ രീതിയിലുള്ള ഒരു ഇന്ററാക്ഷൻ നമ്മളും പേഷ്യൻസും തമ്മിൽ ഉണ്ടായിരിക്കണം. അത് തന്നെയാണ് ഈ രീതിയിൽ ഇങ്ങനെയുള്ള കേസുകളിൽ ഏറ്റവും ഫലപ്രദമായിട്ടുള്ളത്. മെഡിസിൻസ് മറ്റൊരു ഭാഗം, നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചികിത്സിക്കാം. ഏതായിരുന്നാലും മണി 10 അടുക്കുന്നു. നമുക്ക് എല്ലാവർക്കും വൈൻഡപ്പ് ചെയ്യാം. ഒരു കാര്യം ആഡ് ചെയ്തോട്ടെ സാർ. അതെ, നമുക്ക് അതിന് റൂബ്രിക്സ് ഉണ്ട്. പെർസ്പിറേഷൻ സിംഗിൾ പാർട്സ് എന്ന് പറഞ്ഞ റൂബ്രിക്സ് ഉണ്ട്. അത് കൽക്കരി കർവാണ് ഒന്നുമില്ലേ? കൽക്കരി കർവാണ്. മെഡിസിൻ കുറെ ഉണ്ട്, 10-13 മെഡിസിൻ ഉണ്ട്. അതുപോലെ ഇപ്പം എലിമെന്റ്സ് ഫ്രം മണി ലോസിങ്ങിന് നമുക്ക് റൂബ്രിക്സ് ഉണ്ട്. എല്ലാം നമ്മളിങ്ങനെ കൗൺസിലിംഗ് മാത്രം ഒന്നും പറയണ്ട, നമുക്ക് അതിനൊക്കെ റൂബ്രിക്സ് ഉണ്ട്. മെഡിസിനും കൂടി ഒക്കെ നോക്കാം. അങ്ങനെ ഒരു സമീപനവും കൂടി നമുക്ക് വേണമല്ലോ. കാരണം ഹോമിയോപ്പതി എന്ന് പറയുന്നത് വെറും കൗൺസിലിംഗ് മാത്രമല്ലല്ലോ, കൃത്യമായ മെഡിസിൻ ഉണ്ട്. എയിൽമെന്റ്സ് ഫ്രം മണി ലോസിങ് വളരെ ശരിക്കും എയിൽമെന്റ്സ് ഫ്രം എന്നുള്ള എല്ലാ റൂബ്രിക്സുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അസുഖം ഉണ്ടാകാൻ കാരണമാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ ഡോക്ടർക്ക് ഇൻഫ്യൂഷൻ എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ അതാണ് ശരിക്കും പറഞ്ഞാൽ വേണ്ടത്. അപ്പോഴാണ് നമുക്ക് തോന്നുന്നത് ഇങ്ങനെ ഇപ്പം പറഞ്ഞാൽ ഇടതുവശത്ത് കൈ ഇങ്ങനെ വേർക്കാന്നൊക്കെ പറഞ്ഞത് അതിന് ഇൻഫ്യൂഷൻ ഇല്ലാതെ അതിൻ്റെ കാരണങ്ങളിലേക്ക് പോകാനൊരു ടെൻഡൻസി ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ ഡോക്ടർക്ക് വേണ്ട ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ് അത്. ഹോമിയോയിൽ ഉണ്ട്, ഹോമിയോ ഡോക്ടേഴ്സിനുണ്ടെന്നുള്ള കാര്യത്തിൽ വളരെ സന്തോഷം തോന്നി. കുരുൾ സാറ് നാട്ടുകാരൻ തന്നെ ഞാൻ വിശ്വസിപ്പിക്കുകയാണ്. ഹൃദയത്തിൻ്റെ ഭാഷയിൽ എല്ലാവർക്കും വേണ്ടി ഞാൻ കൃതജ്ഞത പറയുകയും ഇനിയും വരണം എന്നുള്ള ഒരു പ്രോമിസ് കൂടെ തരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഓൾറെഡി 10 മണി കഴിഞ്ഞു. കൂടുതൽ പറയാനുണ്ട്, പക്ഷേ ഇപ്പോൾ പറയുന്നില്ല. അതുകൊണ്ട് ഇനിയും വരണം, അപ്പോൾ നമുക്ക് കൂടുതലായി സംസാരിക്കാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. ബൈ. ഡോക്ടർ പറഞ്ഞു കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. കേൾക്കാൻ പറ്റുന്നില്ലേ? എന്താ പറഞ്ഞു? കേട്ടില്ല. അൺമ്യൂട്ടായോ? കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ ഒരു ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടെന്ന് സംസാരിച്ചോളൂ. പറഞ്ഞോളൂ. വീണ്ടും മ്യൂട്ടായല്ലോ. കഴിയുന്നതും ഈ നന്ദി പറയുന്നതിന് മുമ്പായിട്ട് ഹാൻഡ് റൈസ് എല്ലാം ശ്രദ്ധിക്കുക. കൃഷ്ണകുമാർ അൺമ്യൂട്ട് സംസാരിക്കാമോ? ഡോക്ടർ കൃഷ്ണകുമാർ. ഓക്കെ ഡോക്ടർ, നമ്മളെ ഹോമിയോപ്പതി ഇമ്മ്യൂൺ ബൂസ്റ്റർ മെഡിസിൻ കഴിക്കുന്നവര് നമ്മുടെ വാക്സിൻ എടുക്കുന്നതിന് തുല്യമാണെന്നുള്ള രീതിയിൽ ഒരു അക്സെപ്റ്റൻസ് കിട്ടാൻ നമ്മൾ ഗവൺമെന്റിൽ എന്തെങ്കിലും പ്രഷർ ചെലുത്തി അത് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടല്ലോ. ഇപ്പോഴത്തെ ടീച്ചർമാരുടെ കേസും അതിന് എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചു. ബാബുരായ ഡോക്ടറിനകത്ത് ഇല്ല, ഉണ്ടെങ്കിലൊക്കെ അദ്ദേഹം ചോദിക്കാമായിരുന്നു. സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങൾ ആരും യോഗത്തിലില്ല, കാരണം കാണും. 2 ദിവസമായിട്ട് നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം അവരെ ആരും വെളി വരുന്നില്ല. എന്താണെന്ന് അറിയത്തില്ല, അതിന്റെ ഗുഡൻസ് കൂടി കിട്ടുന്നില്ല. എന്തായാലും ക്ലിയർ ആവുമല്ലോ സാർ, അപ്പോഴത്തേക്ക് അറിയിക്കാം. ശരി ശരി, ഓക്കെ. അപ്പോൾ ഒഫീഷ്യലായിട്ട് ഇത് ഇന്നത്തെ മീറ്റിംഗ് കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇന്നത്തെ സമാപനത്തിന് ഒഫീഷ്യലായിട്ട് സമാപിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നു. താങ്ക്സ്. നാളെ ഞാൻ കാണുകയല്ല കേട്ടോ, നാളെ ഞാൻ ഇല്ല.
ക്ലോസ് ചെയ്തേക്കട്ടെ സാർ.